ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ജതൽപുത്ര പരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ജഹസ്താമലകം ജ ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദാം ഏതൽകഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. ഹരി ഓം. ഭഗവാന്റെ അവതാര ലീലകൾ, അതിൻ്റെ ശ്രവണ കീർത്തനങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെയ്തു നിരീച്ചാൽ അയാൾ എല്ലാ ദുഃഖത്തിൽ നിന്നും, ദുഃഖത്തിന് കാരണമായ അജ്ഞാനത്തിൽ നിന്നും മുക്തനായിത്തീരും. ജന്മഗുഹ്യം ഭഗവതഃ യ ഏതൽ പ്രയതോ നരഃ സായം പാദർഗൃണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ദുഃഖഗ്രാമാത് വിമുച്യതേ നാം. ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വില്ലേജ് അല്ലേ? അപ്പോൾ ഒരു വില്ലേജിൽ ഒരു വീടല്ല, ഒരുപാട് വീടുകളുണ്ടാവും അല്ലേ? ഒരുപാട് വീടുകളുടെ കൂട്ടം, സമാഹാരം. ഇതുമാതിരി നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖമല്ല, ദുഃഖങ്ങളുടെ കൂട്ടമാണ് മൊത്തം. അത്ര അധികമാണ് ദുഃഖങ്ങൾ. ഇതൊക്കെ ഇല്ലാണ്ടാവും. എങ്ങനെ? ഭഗവാന്റെ അവതാര മഹിമകളെ കീർത്തിച്ചാൽ, കേട്ടാൽ, പഠിച്ചാൽ. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? പ്രയതഃ, മനസ്സ് ശുദ്ധമാകും, ഭഗവത് ഭക്തി ഉണ്ടാകും. ആ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ആ ആത്മചൈതന്യം ആണ് വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വാസ്തവ സ്വരൂപം. അല്ലാതെ ജഡമായ ദൃശ്യാദികളായ ഈ ദേഹാദികളല്ല എന്ന സ്വാനുഭവം ഉണ്ടാകും. അപരോക്ഷാനുഭൂതി എന്ന് പറയുന്നത് സാക്ഷാത്കാരം എന്നർത്ഥം. അതാണ് ഇന്നത്തെ 4-5 ശ്ലോകങ്ങളിൽ പറയുന്നത്. ഭഗവാന്റെ കഥ കേട്ടുകൊണ്ട് ഒരാളെങ്ങനെ മുക്തനാവുക? അജ്ഞാനമാണല്ലോ ബന്ധന കാരണം. അത് ജ്ഞാനം കൊണ്ടല്ലേ നിവർത്തിക്കുള്ളൂ.
ജ്ഞാനാദേവതു കൈവല്യം എന്നാണ് ശാസ്ത്രം. ജ്ഞാനം കൊണ്ടാണ് മുക്തിയിലാണ്. അതുമാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും 3 ശരീരങ്ങളുണ്ട് എന്നാണ്. ഒരു ജീവന് ഉപാധിയായിരിക്കുന്നത് 3 ശരീരമാണ്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. കാരണശരീരമാണ് അവിദ്യ അഥവാ അജ്ഞാനം. ഭഗവാന്റെ മായ തന്നെ അവിദ്യ, അജ്ഞാനം എന്ന് വ്യക്തിതലത്തിൽ പറയപ്പെടുന്നു. ഇങ്ങനെ 3 ശരീരങ്ങളുണ്ടായിരിക്കെ കേവലം ഭഗവത് കഥ കേൾക്കുന്നത് കൊണ്ട്, അവതാര കീർത്തനം ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ ഒരാൾ മുക്തനായിത്തീരും? എങ്ങനെ ഇതും ഈ ഉപാധികളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ആ അജ്ഞാനത്തെ തീർത്ത് നമ്മെ ആത്മാനുഭൂതിയിലേക്ക് നയിക്കും എന്ന് സ്ഥാപിക്കുകയാകുന്നു. അതിലെ കണക്ഷനാകുന്നു അടുത്ത ശ്ലോകങ്ങൾ. അത് കുറച്ചൊരു തത്വവിചാരമാണ് അന്നർത്ഥം. ഏതദ്രൂപം ഭഗവതഃ ഹ്യരൂപസ്യ ചിദാത്മനഃ മായാഗുണൈഃ വിരചിതം മഹതാദിഭിരാത്മനി. വാസ്തവത്തിൽ ഏതദ്രൂപം, ഈ പറയപ്പെട്ട വിരാട് രൂപം, പറയപ്പെട്ടത് ഭഗവാന്റെ രൂപമാണ്. വിരാട് 14 ലോകാകാരേണ വിളങ്ങുന്ന വിരാട് രൂപം ഭഗവതഃ, ഭഗവാന്റെ അരൂപസ്യ ഭഗവതഃ, അരൂപനായ ഭഗവാന്റെ, ചിദാത്മനഃ, ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ, സച്ചിദാനന്ദമൂർത്തിയായി നിരാകാരനും അതുപോലെ സർവവ്യാപിയൊക്കെ ആയിരിക്കുന്ന പരമാത്മാവായ ഭഗവാന്റെ ഏതത് രൂപം മായാഗുണൈഹി വിരചിതം, മായാഗുണങ്ങളെ കൊണ്ടുണ്ടായതാണ്. അഥവാ പരബ്രഹ്മം മായയോട് കൂടി ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചാകാരേണ പ്രകടമാവണമെന്നർത്ഥം. അതെങ്ങനെയാണെന്ന് ക്രമമൊക്കെ പറഞ്ഞു അല്ലേ? ആ മായയിൽ നിന്ന് മഹത്തത്വം, അതിൽ നിന്ന് അഹന്തത്വം, പിന്നെ അതിൽ നിന്ന് 5 ഭൂതങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇങ്ങനെ 16 ഘടകങ്ങൾ കൂടി ചേർന്ന് ഷോഡശകലാപുരുഷനായി ഭഗവാൻ നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് തന്നെ മായയാൽ ഭഗവാൻ ഈ പ്രപഞ്ചരൂപേണ നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നു. ജഗത്തുണ്ടാവണമെങ്കിൽ മായ അംഗീകരിക്കാണ്ട് പറ്റില്ല. മജീഷ്യന് ഒന്നുമില്ലാത്തടുത്ത് പലതിനെയും കാണിച്ചു തരണ്ടേ നമുക്ക്? അദ്ദേഹം വരുമ്പോൾ ഒന്നുമില്ലായിരുന്നു അല്ലേ, അതായത് കൈയും വീശി തന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കൈയൊക്കെ ഇങ്ങനെ വീശി ഒരു വടി ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ സമുദ്രം കയറി മറിഞ്ഞു വരണ കാണുന്നു അല്ലേ? പുലി നമ്മുടെ അടുത്തേക്ക് ചാടി വീണ കാണുന്നു അല്ലേ? മധുര പലഹാരങ്ങൾ നമ്മുടെ അടുത്ത് എറിഞ്ഞു തരണമല്ലോ, അത് പിടിച്ച് ചാടി പിടിച്ച് തിന്നു. വെള്ളപ്പൊക്കം വരണാണോ മലയുടെ ടെറസിന്റെ മുകളിൽ കയറാൻ ഓടണം ആൾക്കാർ. ഇതൊക്കെ അങ്ങേരുടെ മായയാണ് അല്ലേ? കേവലം ഒരു മജീഷ്യന് തൻ്റെ കൈയടക്ക് വിദ്യ കൊണ്ട് ജനങ്ങളെ കുറെ നേരത്തേക്ക് പലതും കാണിച്ച് വിശ്വസിപ്പിക്കാനാവുന്നില്ലേ? ഏറ്റവും വലിയ മായാവി ആരാണ്? ഭഗവാനാണ് അർത്ഥം. ആ ഭഗവാന്റെ ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കാനുള്ള ആ പവറിനെ, കഴിവിനെയാണ് ഭഗവാന്റെ മായാശക്തി എന്ന് പറയുന്നത്. ആ മായാശക്തിയിലൂടെയാണ് ഭഗവാൻ അവതാരങ്ങൾ കൈക്കൊള്ളുന്നത്. പറഞ്ഞല്ലോ, സംഭവാമി ആത്മമായ, എൻ്റെ തന്നെ സ്വാധീനത്തിലുള്ള ആ മായയെ ഉപാധിയാക്കിക്കൊണ്ട്, അഥവാ പ്രകൃതിം സ്വാമവഷ്ടഭ്യ സംഭവാമി ആത്മമായ. ആ ശ്ലോകത്തിൽ ഭഗവാൻ ഗീതാശ്ലോകത്തിൽ പ്രകൃതിയെയും മായയെയും സ്വാധീനത്തിൽ വെച്ചുകൊണ്ടുവരണം. വെച്ചാൽ പ്രകൃതി തന്നെ ത്രിഗുണാത്മികയെ മായ എന്നും പറയുന്നത്. അത് ഭഗവാന്റെ ശക്തി. അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ച സൃഷ്ടിയാദികൾ ചെയ്യുന്നതും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി പല പല അവതാരങ്ങൾ കൈക്കൊള്ളുന്നത് എന്നർത്ഥം. അതാണ് ഇവിടെ മഹതാദിഭിഹി, മഹത്തത്വാദികളിൽ നിന്നുണ്ടായ ഈ പഞ്ചഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും, ഇങ്ങനെ 16 ഘടകങ്ങളെ ചേർത്ത് ഈ വിരാട് പുരുഷനായിരിക്കുന്നു. ഇതൊക്കെ ഭഗവാനിൽ മായാഗുണങ്ങളെ കൊണ്ട് കൽപ്പിച്ചതാണ് അർത്ഥം. ഇതുപോലെ ഈ ജീവനും വാസ്തവത്തിൽ ഈ ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ എന്താ പറഞ്ഞു വെച്ചത്? വാസ്തവത്തിൽ ഈ ജഗത്ത് തന്നെ ഭഗവാന്റെ സ്ഥൂല ശരീരം, പിന്നെയോ അതിൽ അന്തര്യാമിയായിരുന്ന് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ അതാത് വിഷയങ്ങളിൽ കാണാനും കേൾക്കാനും ഒക്കെ പ്രവൃത്തി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? ഭഗവാൻ തന്നെ. അപ്പോൾ വാസ്തവത്തിൽ ആ ഭഗവാൻ വേറിട്ട് ഞാനും നിങ്ങളുണ്ടോ? ഇല്ലെന്നാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷേ ഇപ്പം എന്ത് സംഭവിച്ചു? ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചമായിരിക്കുന്നത്, ശരീരങ്ങളായിരിക്കുന്നതും ശരീരത്തെ അറിഞ്ഞുകൊണ്ടായ ജീവനായിരിക്കുന്നതും. എങ്കിലും നാം അത് മറന്നു. നാം ഇപ്പം എന്ത് വിചാരിക്കണു? ഭഗവാനിൽ നിന്ന് വേറെയാണ് ഞാൻ. ഭഗവാനെ കൂടാതെ നമുക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പുണ്ടെന്നും കൂടി വിചാരിക്കണം. നോക്കണം, അബദ്ധം.
ഭഗവാനെന്ന് വേറെയാണ് നമ്മൾ, അതൊരു അബദ്ധം. രണ്ടാമതോ, ഭഗവാനെ കൂടാതെ നമുക്ക് സ്വതന്ത്രമായി നിലനിൽപ്പുണ്ട് നമ്മൾ വിചാരിക്കുന്നത്, ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ കയറിയാത്ത ആൾക്കാർ. ഹു കെയേഴ്സ്? കാരണം എന്താ? ഐ ഹാവ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് എന്നാണ്. ശരിയല്ലേ? ശരിക്കും ഉണ്ടോ അങ്ങനെ? ഇല്ല. സമുദ്രം തന്നെയാണ് നാനാവിധമായ തിരമാലകളായിട്ട് നൃത്തം ചെയ്യണത്, തുള്ളി കളിക്കണത് അല്ലേ? ആ തിരമാലയ്ക്ക് തോന്നുകയാണ്, ഓ ഞാൻ സ്വതന്ത്രനാണ്, ഈ സമുദ്രത്തെ കൂടാതെ എനിക്ക് സ്വതന്ത്രമായി നിലനിൽപ്പുണ്ട് എന്ന് കരുതിയാൽ അത് ശരിയാ? ആണോ? അത് അബദ്ധല്ലേ? ഇതുപോലെയാണ് ഇന്ന് നമ്മുടെയൊക്കെ വിചാരം നത്തം. എന്താ അങ്ങനത്തെ ഒരു തോന്നൽ വരാൻ കാരണം? അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം പറഞ്ഞിട്ട് നിങ്ങൾ തന്നെയാണ്, തോന്നണവർ തന്നെയാണ്. പക്ഷെ എന്നാലും പറഞ്ഞു തരൂ. അങ്ങനെ ചോദിക്കുമ്പോൾ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കാണ്, അതിൻ്റെ പേരാണ് കുട്ട അജ്ഞാനം, അഥവാ വിവരമില്ലായ്മ, അറിവില്ലായ്മ, മൂഢത. മൂഢതയല്ലേ? സമുദ്രത്തിൽ നിന്ന് വേറിട്ടിട്ടാണ് ഞാൻ, ഒറ്റയ്ക്ക് നിലനിൽക്കണവനാണ് ഞാനെന്നൊരു തിരമാലയ്ക്ക് തോന്നിയാൽ എപ്രകാരം വിവരക്കേടാണോ, ഇതുപോലെയുള്ള വിവരദോഷികളാണ് നമ്മൾ. എന്താ? ഞാൻ സ്വതന്ത്രൻ, ഈശ്വരന് ഭിന്നൻ, ഈശ്വരനെ കൂടാതെ എനിക്ക് കഴിയാൻ പറ്റും, ഞാൻ അധ്വാനിച്ച് ഞാൻ പൈസ ഒക്കെ ഉണ്ടാക്കി ഞാൻ ബാങ്കിലൊക്കെ ഇട്ട് ഞാൻ സുരക്ഷിതമായി ജീവിക്കാൻ എല്ലാ ഏർപ്പാടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ധാരണ വരണമല്ലോ. എന്തിനാ? പണമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഈശ്വരന് വേറിട്ടിട്ട് നമുക്കൊരു നിലനിൽപ്പ് എവിടെ? നമുക്ക് എക്സിസ്റ്റൻസ്, ഉണ്മ, നിലനിൽപ്പ്, അസ്തിത്വം ഉണ്ടോ? അത് തരണാള് ഭഗവാൻ. പക്ഷേ ഇത് മറക്കണം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരിലും ഞാൻ 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 എന്ന് പറയുന്ന ഈ ചൈതന്യം ജനന മരണരഹിതമായ ആ ഭഗവത് സ്വരൂപമാണ്. പക്ഷേ അതറിയാതെ ഈ അവിദ്യ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ സൂക്ഷ്മ സ്ഥൂല ദേഹങ്ങളെയൊക്കെ ആത്മാവായ തമ്മിൽ ആരോപിക്കുന്നു എന്നർത്ഥം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനൊരു ഉദാഹരണം പറഞ്ഞു, 2 ഉദാഹരണം പറഞ്ഞു അർത്ഥം. യഥാ നഭസി മേഘൗഘ രേണുർവാ പാർത്ഥിവോനിലേ ഏവം ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭിഹി. അബുദ്ധിഭിഹി, ബുദ്ധിയില്ലാത്തവര്, അറിവില്ലാത്തവര്, മൂഢന്മാരായ ആളുകള് ദ്രഷ്ടരി ദൃശ്യത്വം ആരോപിതം, ദ്രഷ്ടാവിൽ ഈ ദൃശ്യങ്ങളുടെ ഗുണങ്ങളെ ആരോപിക്കുന്നു. എന്താ ദ്രഷ്ടാവിൽ ദൃശ്യത്തിന്റെ ഗുണങ്ങളെ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ? എന്തിനെയൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ അതൊക്കെ ദൃശ്യം. ആരാണ് ഇതിനെയൊക്കെ അറിയുന്നത്? അവൻ ദ്രഷ്ടാവ്. അപ്പൊ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ പ്രപഞ്ചാനുഭവത്തെ നമുക്ക് 2ആയി തിരിക്കാം. ഒന്ന് കാണുന്നവൻ, മറ്റൊന്ന് കാണപ്പെടുന്ന വസ്തു. ഒന്ന് അറിയുന്നവൻ, മറ്റൊന്ന് അറിയപ്പെടുന്ന വസ്തു, അറിവിന് വിഷയമായത്. ഒന്ന് സബ്ജക്റ്റ്, മറ്റൊന്ന് ഒബ്ജക്റ്റ്. അതിന് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒന്ന് വിഷയീ, മറ്റൊന്ന് വിഷയം. എങ്ങനെ? എന്തൊക്കെയുണ്ട്? ഈ കാണുന്ന ലോകം മുഴുവൻ ദൃശ്യമാണ്, അറിവിന് വിഷയമാണ് അല്ലേ? അതിനാരറിയുന്നു? നമ്മളറിയുന്നു. താൻ അറിയുന്നു, അവനവൻ അറിയുന്നു. അപ്പോൾ നാം ദ്രഷ്ടാവും ഇവയെല്ലാം ദൃശ്യവുമായി. ഇത് മനസ്സിലാക്കാൻ വിഷമമില്ല. കുറച്ച് അടുത്ത സ്റ്റേജിൽ ഈ ദേഹം ദൃശ്യമാണോ ദ്രഷ്ടാവാണോ എന്ന് ചിന്തിച്ചാലോ? ഈ ശരീരത്തിന് വെളിയിലുള്ളതൊക്കെ നമ്മളിന്ന് അന്യമാണ്, അറിയപ്പെടുന്നതാണ്, ദൃശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വിഷമമൊന്നുമില്ല. എളുപ്പമാണ് കുറച്ചും കൂടി. പക്ഷേ കുറച്ചും കൂടി വിഷമാണ് എന്ത്? ഞാനെന്ന് കൈവച്ച് അഭിമാനിച്ചുകൊണ്ട് പറയുന്ന, വിചാരിക്കുന്ന, വിശ്വസിച്ചിരിക്കുന്ന ഈ ദേഹവും നമ്മുടെ അറിവിന് വിഷയമാണ്, നമ്മളാൽ അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് ശരീരവും ദൃശ്യം. ഈ ശരീരത്തിന്റെ പേരാണ് സ്ഥൂല ദേഹം അഥവാ സ്ഥൂല ശരീരം. ദൃശ്യമാണോ? അറിയണില്ലേ? ഉണ്ട്. ഈ ശരീരത്തിന് സ്വഭാവം എന്താ? ജഡത, ജഡത്വമാണ് ഇതിന്റെ സ്വഭാവം. സ്വതന്ത്രമായി ഇതിനെ അറിയാനുള്ള കഴിവില്ല, ജഡമാണത്, ഇനേർട്ട്, ഇൻസെൻഷ്യൻ. ഇനി ഈ ദേഹത്തിന്റെ സ്വഭാവം എന്താ? ആ ദേഹത്തിന്റെ സ്വഭാവം നിരന്തരം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്, പരിണാമമുള്ളതാണ്. 6 പരിണാമമുണ്ട് ഇതിനത്രേ. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപക്ഷീയതേ വിനശ്യതി. എന്താ? ഉണ്ടാവുക, നിലനിൽക്കുക, പരിണാമം സംഭവിക്കുക, വർദ്ധിക്കുക, ക്ഷയിക്കുക, പിന്നെ ഇല്ലാണ്ടാവുക, നശിക്കുക. ഈ മാറ്റങ്ങളെ ആരറിയണു? ഈ ശരീരത്തിന് മാറ്റം ഉണ്ടോ ഇല്ലയോ?
എങ്ങനെ പറയാം? ഞാൻ ഓർമ്മിക്കുന്നു എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചിട്ട്, എൻ്റെ കുട്ടിക്കാലത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്. കുട്ടിക്കാലത്തെ ദേഹമല്ല ഇപ്പോഴത്തെ ദേഹം, അല്ലേ? കുട്ടിക്കാലത്തെ ദേഹം വളരെ സുന്ദരമായിട്ടുള്ളത്, അല്ലേ? ഇപ്പോഴോ തലമുടിയൊക്കെ നരച്ച്, പല്ലൊക്കെ പോയി, കണ്ണൊക്കെ കാഴ്ച കുറഞ്ഞ്, കാതിന് കേൾവിയൊക്കെ ഇല്ലാണ്ടായി, അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ. പക്ഷെ ആ ഫോട്ടോ കാണുമ്പോഴോ, ഓ അതാണ് ഞാൻ, അതെൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ നമ്മൾ പറയൂലേ. പിന്നെ കല്യാണത്തിന് മുമ്പുള്ള സ്റ്റേജ്, പിന്നെ കല്യാണത്തിന് ശേഷമുള്ളത്, പിന്നെ അച്ഛനായതിന് ശേഷം, പിന്നെ മുത്തച്ഛനായതിന് ശേഷം. നോക്കൂ, ഈ സ്റ്റേജിലൊക്കെ ഞാൻ മാറിയോ? ഞാൻ മാറിയില്ല. പക്ഷേ എൻ്റേതെന്ന് പറയുന്ന ദേഹം മാറിയില്ലേ? മാറി. അപ്പൊ ഈ ദേഹം മാറിയെന്ന് ആരാ അറിഞ്ഞത്? ദേഹമാണോ അതോ നമ്മളോ? നമ്മളല്ലേ? അങ്ങനെയാണെങ്കിൽ ദേഹത്തെ അറിഞ്ഞാൽ നമ്മൾ ദേഹമാവാൻ പറ്റുമോ എന്നാണ്. കാരണം ദ്രഷ്ടാവ് ദൃശ്യത്തിൽ നിന്ന് ഭിന്നമാവണം, സബ്ജക്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ഭിന്നമാവണം, അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തുവിൽ നിന്ന് ഭിന്നമാവണം. അതാണ് നിയമം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിലോ ശരീരത്തെ നമ്മൾ അറിയുന്നു. ഇനി ശരീരത്തിന്റെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യാദി അവസ്ഥകൾ നമ്മൾ അറിയണു, അല്ലേ? ഈ ശരീരം സ്വയം താനുണ്ടെന്ന് അറിയണില്ല, ശരീരം സ്വയം അറിയണില്ല, മറ്റൊന്നിനെ അറിയണില്ല. പക്ഷെ നാമോ, നമ്മൾ ഉണ്ട് എന്ന് അറിയണില്ലേ? നമ്മൾ ജഡമായിരുന്നു, ശരീരം ജഡമാണ്. ഈ ജഡമായ ദേഹമായിരുന്നു. എങ്ങനെയാ ഞാൻ ഉണ്ടെന്ന് ഞാൻ അറിയാം? രണ്ടാമത് ശരീരത്തിനെ അറിയാം. ശരീരത്തിനെ അറിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരം ദൃശ്യവും നാം ദ്രഷ്ടാവുമായി. ശരീരം ജഡമാണ്, സ്വയം അറിയുന്നില്ല. ഞാൻ ജഡല്ല, ഞാൻ ചൈതന്യസ്വരൂപനാണ്. കാരണം ഞാനുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ആ ഞാനാണ് ദേഹത്തെ അറിയുന്നത്. അങ്ങനെയുള്ള ഞാൻ ദേഹത്തിൽ നിന്ന് ഭിന്നനാകണ്ടേ? വേണ്ടേ? യുക്തി കൊണ്ട് ചിന്തിച്ചാൽ വേണം. ഇനി ഈ ദേഹം ഇല്ലല്ലോ സ്വപ്നത്തില്. സ്വപ്നം കാണുന്നത് വേറെ സ്ഥലത്ത് വേറെ ദേഹം കൊണ്ടാ, അല്ലേ? സ്വപ്നത്തിൽ നമ്മൾ മലമ്പുഴ ഡാം കാണാൻ പോയിരിക്കാം. കൂട്ടുകാരോടെ കൂടി പോയി ആ റോപ്പ് വേലൊക്കെ സഞ്ചരിച്ചു, അതിന് മുകളിൽ കൂടി തടാകമൊക്കെ നോക്കി കണ്ടു, വേണമെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ പോയി, ഇതൊക്കെ സ്വപ്നം കാണാം. പക്ഷെ ആ സ്വപ്നത്തിൽ പോയ ദേഹം ഈ ദേഹമാണോ? ഈ ദേഹം മുറിക്കകത്തല്ലേ? പക്ഷെ ഞാനവിടെ ഇല്ലേ? ഇല്ലേ? അപ്പൊ സ്വപ്നത്തിൽ ഈ ജാഗ്രതത്തിലെ ദേഹമില്ല, പക്ഷെ സ്വപ്നത്തിലും ഈ ജാഗ്രതത്തിലെ ദേഹത്തെയും അതിന്റെ ധർമ്മങ്ങളെയും അറിഞ്ഞ ഞാനുണ്ട്, ഇല്ലേ? ഇനി ഉറങ്ങി ഗാഠനിദ്രയില് സ്വപ്നദേഹമുണ്ടോ? ഇല്ല. സ്വപ്ന ലോകമുണ്ടോ? ഇല്ല. ജാഗ്രത ദേഹമുണ്ടോ? ഇല്ല. ജാഗ്രത ലോകമുണ്ടോ? ഇല്ല. ആരാ ഇത് ഇല്ല 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 എന്ന് അനുഭവിച്ചിട്ട് ഇപ്പൊ ഓർമ്മിച്ച് പറയണത്? അനുഭവിച്ചവനല്ലേ ഓർമ്മിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ അഭാവത്തെ അറിഞ്ഞുകൊണ്ട്, ബോധിച്ചുകൊണ്ട്, പ്രകാശിപ്പിച്ചുകൊണ്ട് ചൈതന്യസ്വരൂപനായ ഞാൻ, ബോധസ്വരൂപനായ ഞാൻ ജാഗ്രതത്തിലുമുണ്ട്, സ്വപ്നത്തിലുമുണ്ട്, സുഷുപ്തിയിലുമുണ്ട്. അപ്പൊ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ആ ബോധസ്വരൂപിയായ, ചൈതന്യസ്വരൂപിയായ, ആത്മസ്വരൂപിയായ എൻ്റെ ദൃശ്യമാണ്. ഞാനാകട്ടെ ദ്രഷ്ടാവും, അല്ലേ? പക്ഷെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ആരോപിതം അബുദ്ധിഭിഹി, അബുദ്ധികളാൽ, അറിവില്ലാത്ത ആൾക്കാരാൽ ഈ ദൃശ്യത്വം ദ്രഷ്ടരി ആരോപിതം എന്ന്, ദ്രഷ്ടാവായ ചൈതന്യസ്വരൂപനായ, ബോധസ്വരൂപനായ, ആത്മസ്വരൂപനായ നമ്മിൽ ഈ ദേഹത്തെയും ദേഹത്തിന്റെ ധർമ്മങ്ങളെയും ആരോപിക്കുന്നു. ദേഹേന്ദ്രിയഗുണാൻ കർമാണി അമലേ സച്ചിദാത്മനി അധ്യസ്യന്തി അവിവേകേന ഗഗനേ നീലദാധിപത്. ആത്മബോധത്തിൽ ആചാര്യസ്വാമികൾ പറയും ഈ അധ്യാസത്തെ, ഈ ആരോപണത്തെ. എങ്ങനെ? ആകാശത്തിന് എന്തെങ്കിലും നിറമുണ്ടോ? ഇല്ല. പക്ഷെ ആകാശത്തിന് നിറം കാണാറില്ലേ? വെളുത്താകാശം, കറുത്താകാശം, നീലാകാശം എന്നൊക്കെ പറയണു. അതെങ്ങനെയാ? നപസി മേഘൗഖ. അതാണ് ഉദാഹരണം. നപസ് വെച്ചാൽ ആകാശം. ആകാശത്തിന് നിറവില്ല, രൂപമില്ല, ഒന്നുമില്ല. പക്ഷെ ആകാശത്തിന് നമ്മൾ മേഘത്തിന്റെ ഗുണഗണങ്ങൾ, നിറങ്ങളൊക്കെ ആരോപിക്കാറില്ലേ? അല്ലേ? ഇതുപോലെ ദ്രഷ്ടാവിൽ ദൃശ്യത്വം, ദൃശ്യധർമ്മങ്ങൾ ആരോപിക്കുന്നു എന്ന്. ഒന്നിന്റെ ധർമ്മം മറ്റൊന്നിൽ ആരോപിക്കുന്നതിന്റെ പേരാണ് അധ്യാസം. സൂപ്പർ ഇമ്പോസ് ചെയ്യുക, സൂപ്പർ ഇമ്പോസിഷൻ എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ആകാശത്തില് മേഘത്തിനെ കണ്ട, മേഘത്തിന്റെ നിറം ആരോപിച്ചത്ര കുട്ടനെ വരാൻ പോണുള്ളൂ. ആകാശത്തിന് നിറമുണ്ടോ? പക്ഷേ മേഘങ്ങളില്ലാത്ത ആകാശം ചിലപ്പോൾ നീല തോന്നാറുണ്ട്, ചിലപ്പോൾ കറുപ്പ്, കാർമേഘങ്ങളിലപ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്തു പോയി കഴിഞ്ഞാൽ വെളുപ്പ്, മേഘത്തിന്റെ നിറമല്ലേ ഇത്? തോന്നാറില്ലേ? പക്ഷെ അവിടെ അങ്ങനെ കണ്ടുകൊണ്ട് തക്കേടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ കണ്ടാൽ കുഴപ്പമാണ്. ഇവിടെ എന്താ? ഞാൻ ഈ ദേഹം എന്ന് നമുക്ക് തോന്നുമ്പോൾ
ദേഹം ദൃശ്യമാണ്, ജഡമാണ്, മാറ്റങ്ങളുള്ളതാണ്. അതിനെ കാണുന്ന ആ മാറ്റങ്ങളെ അറിയുന്നത് കൊണ്ട് മാറാത്തതും, അറിയുന്നത് കൊണ്ട് ജഡമല്ലാതെ ചൈതന്യവും, മാറാത്തത് കൊണ്ട് നിത്യനും ശാശ്വതനുമായ ആ ആത്മാവാണ് ഞാൻ, ദ്രഷ്ടാവാണ് ഞാൻ എന്നത് പാടെ അറിവില്ലായ്മ കൊണ്ട് വിസ്മരിക്കുന്ന മാത്രയിൽ ദൃശ്യമായ ദേഹത്തെ താനെന്ന് വിശ്വസിക്കുന്നു. അതാണ് അധ്യാസം, ആരോപണം. ആരോപിതം. ആരോപണമാണെങ്കിൽ അന്വേഷണം കൊണ്ട് അതിനെ ഒഴിവാക്കാൻ പറ്റും. ഇല്ലേ? നമുക്കിപ്പോൾ അറിയാലോ, ലോകത്തിൽ നമുക്ക് ആരുടെ മേലെ എന്ത് വേണമെങ്കിൽ ആരോപിക്കാം. അപ്പം എൻ്റെ മേൽ നിങ്ങൾക്കൊരു കേസ് കൊടുക്കാം, നിങ്ങളുടെ മേലെ എനിക്കൊരു കേസ് കൊടുക്കാം. ഫോൾസ് അലിഗേഷൻ ആയിരിക്കും, പക്ഷേ ഇറ്റ് ഹാസ് ടു ബി പ്രൂവ്ഡ് ലേറ്റർ ഓൺ, അല്ലേ? പിന്നീട് അന്വേഷണം നടത്തി തെളിഞ്ഞു കഴിഞ്ഞാലോ കുറ്റവിമുക്തനായി, അയാളെ മോചിപ്പിച്ചു, ഇല്ലേ? എങ്ങനെയല്ലേ? ആരോപണമാണ്. ആരോപണമായതുകൊണ്ടാണ് അതിനെ അപവാദം ചെയ്യാൻ, ഒഴിവാക്കാൻ പറ്റണതേ. യഥാർത്ഥത്തിലായിരുന്നു നീ പോവോ? യഥാർത്ഥത്തിൽ നമ്മൾ ദേഹമായിരുന്നു എങ്കിൽ ദേഹത്തിന്റെ ധർമ്മങ്ങളൊക്കെ നമ്മുടെ ധർമ്മങ്ങളാവും. നമുക്ക് ഒരിക്കലും ഈ സംസാരത്തിന് മോചനം സാധിക്കുമോ എന്ന്? ഇല്ല. ദ്രഷ്ടാവും ദൃശ്യ കാലദേശങ്ങളുടെ ഉള്ളിലുള്ളതിന് മാറ്റമുണ്ട്. മാറാത്തത് കാലദേശ അതീതം. അതുകൊണ്ട് അനന്തം, ഇൻഫിനിറ്റ്. അതുകൊണ്ട് ആ ബോധത്തെ, ആത്മാവിനെ ബ്രഹ്മം എന്ന് പറഞ്ഞത്, അനന്തം എന്ന്. അപ്പൊ നോക്കൂ, എന്തൊക്കെ ചെയ്തു? ദേഹധർമ്മങ്ങളെ നമ്മിൽ ആരോപിച്ചു. എന്നിട്ടോ ഞാൻ ജനിച്ചു, ഞാൻ മരിക്കും, അല്ല വിചാരമില്ലേ? ഉണ്ട്. ഞാൻ തടിച്ചു, ഞാൻ മെലിഞ്ഞു, വിചാരമില്ലേ? ഞാൻ കറുത്തൻ, ഞാൻ സുന്ദരൻ, ഞാൻ സുന്ദരി, ഞാൻ വെളുത്തു, ഇങ്ങനെ പല വിചാരമില്ലേ? ഞാൻ വൃദ്ധൻ. ഈ വിചാരമൊക്കെ എന്തുകൊണ്ടാ? ദേഹത്തെയും ദേഹധർമ്മങ്ങളെയും ദൃശ്യമാണെന്നിരിക്കെ ആ അറിവില്ല കൊണ്ട് ഇതിനെ കാണുന്ന ദ്രഷ്ടാവായ ബോധസ്വരൂപനായ ആത്മസ്വരൂപനായ അവനവനിൽ ആരോപിച്ചതിൻ്റെ ഫലമാണ്, പരിണത ഫലമാണ്, റിസൾട്ടാണ്. ഇത് നമ്മൾ അനുഭവമല്ലേ? ഇത് എങ്ങനെയല്ലേ ജീവിക്കണം നമ്മൾ? നമ്മുടെ ജീവിതമാണ് ഈ പറയണത്. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് ഇവിടെ വിസ്തരിക്കുന്നത്. മനസ്സിലായോ? ആകാശത്തിന് നിറമില്ലാത്ത ആകാശത്തിന് നിറം കൽപ്പിക്കുന്നു. ഇതുമാതിരി രേണുർവാ പാർത്ഥിവോ അനലേ വായുവിൽ ഇങ്ങനെ പൊടിപടലങ്ങൾ ഇങ്ങനെ പറന്നു നടക്കുമ്പോൾ ഈ പൊടിപടലങ്ങളുടെ നിറം, തവിട്ട് നിറം മുതലായതൊക്കെ ആ വായുവിനുണ്ടെന്ന് തോന്നുന്നു. ഒരു നിറമില്ല, അല്ലേ? ഇതുപോലെയാണ് ഒന്നിന്റെ ധർമ്മം മറ്റേതിനെ ആരോപിക്കണേന് ഉദാഹരണമാണ് ആകാശത്തിലെ മേഘത്തിന്റെയും അതുപോലെ വായുവിലെ പൊടിപടലങ്ങളുടെയൊക്കെ കഥ പറഞ്ഞത്. ഇവിടെ ദേഹധർമ്മങ്ങളെ ദേഹിയായ തന്നിൽ, ധർമ്മങ്ങളെ ദ്രഷ്ടാവായ തന്നിൽ, ആത്മാവായ തന്നിൽ ആരോപിക്കുന്നു. അതിന്റെ ഫലം എന്താ? സംസാര ദുഃഖം. അപ്പൊ നമ്മുടെ സംസാര ദുഃഖത്തിന്റെ കാരണവും ഇനി അത് നിവർത്തിക്കാനുള്ള മാർഗവുമാണ് ഇവിടെ പറയണത്. അതിനെങ്ങനെ ഭഗവത് അവതാര കഥാശ്രവണം നമുക്ക് സഹായകമാകുന്ന. ദേഹധർമ്മങ്ങളെ മാത്രമാണോ ആരോപിക്കുന്നത്? ആചാര്യ ശങ്കര ഭഗവത്പാദര് ആത്മബോധത്തിൽ പറഞ്ഞു, ദേഹ ഇന്ദ്രിയ ഗുണാൻ കർമാണി. ദേഹത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ധർമ്മങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ അവനവനിൽ ആരോപിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ ധർമ്മമാണ് കാഴ്ച കുറയല്, കാഴ്ച കൂടുതല്, കാത് കേൾവി കുറയല്, കേൾവി ഇല്ലാണ്ടാവല്. ഓരോ ഇന്ദ്രിയങ്ങൾക്ക് ക്ഷയം വരും, അതിന് ക്ഷീണം വരും. പക്ഷേ ഇപ്പം നമ്മളെന്താ ധരിക്കണത്? ഞാൻ അന്ധനായി, അല്ലേ? ഞാൻ കാണനായി, ഞാൻ ബധിരനായി. ഞാനല്ല, അത് ഇന്ദ്രിയധർമ്മമാണ്. കാതിന് കാഴ്ച കുറഞ്ഞു എന്ന് ആരറിയുന്നു? കാതറിയണ്ടോ? അത് നമ്മളറിയുന്നോ? നമ്മളറിയണത്. അപ്പോൾ നാം കാതിനെയും കാതിൻ്റെ ധർമ്മത്തെയും അറിയുന്നു. പക്ഷേ എന്ത് വിചാരിക്കണു? അത് ഞാനും ഒന്നായിട്ട് വിചാരിക്കണം. ഇതാണ് ആരോപിതം. ദ്രഷ്ടാവി ദൃശ്യത്വം ആരോപിതം, ആരോപിക്കുന്നു എന്നർത്ഥം, അറിവില്ലായ്മ കൊണ്ട്. ഇനി കണ്ണാണ് കാണുന്നത്, പക്ഷെ നമ്മളെന്ത് പറയണു? ഞാൻ കണ്ടു എന്നാ പറയണേ. തുണയല്ലേ? കാതാണ് കേൾക്കുന്നത്, കാതിന്റെ ധർമ്മമാണ് കേൾക്കല്, കണ്ണിന്റെ ധർമ്മമാണ് കാണല്, മൂക്കിന്റെ ധർമ്മമാണ് വാസനിക്കല്, അല്ലേ? അതാത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതിനെ അറിയുന്നു ഞാൻ. പക്ഷേ ഞാൻ എന്തെടുക്കണു? അതിലും ഞാൻ അഭിമാനിക്കുന്നു. ദേഹമാണ് പ്രവൃത്തി ചെയ്യുന്നത്. ആ ദേഹം ചെയ്യുന്ന പ്രവൃത്തിയിലോ ഞാനാണത് ചെയ്തത്, ഞാനുള്ളത് കൊണ്ടാണ് നടക്കുന്നതെന്ന് അഭിമാനിക്കുന്നു, കർത്തൃത്വം ആരോപിക്കുന്നു, ഇല്ലേ? ഇതൊക്കെ ആണ് ദ്രഷ്ടാവിൽ ദൃശ്യത്വം ആരോപിക്കുന്നു എന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ട്? ബുദ്ധിഹീനന്മാരായവര്, അറിവില്ലാത്തതായ ആൾക്കാർ ആരോപിക്കപ്പെടുന്നു. അങ്ങനെ രണ്ട് ദേഹങ്ങളെ തമ്മിൽ ആരോപിക്കുന്നു. ഒന്ന് സ്ഥൂലദേഹത്തെ, മറ്റൊന്ന് സൂക്ഷ്മദേഹത്തെ എന്നർത്ഥം. വാസ്തവത്തിൽ ഈ ദ്രഷ്ടാവാരാണ്? അമലേ, നിർമ്മലനും സച്ചിദാത്മാവുമാണ്.
എപ്പോഴും ബോധസ്വരൂപനായി മാറാതെ വർത്തിക്കുന്നതുകൊണ്ട് സത്തും, എല്ലാത്തിനെയും മാറുന്ന എല്ലാത്തിനെയും അറിയുന്നത് കൊണ്ട് ചിത്തും ആയിട്ടുള്ള സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. അതിൽ അധ്യസ്യന്തി, അധ്യസിക്കുന്നു, ആരോപിക്കുന്നു അവിവേകം കൊണ്ട്. ആകാശത്തിൽ നേരെ അവിടെ പറഞ്ഞു അല്ലേ, ഏതാ നഭസി മേഘമുഖം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു. ഗഗനെ, ആകാശത്തിൽ നീലം മുതലായ നിറം. അവിടെ നീല പെയിന്റ് ഒന്നും ആരും അടിച്ചിട്ടില്ല. എങ്കിലും ഇനിയോ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, ഈ സ്ഥൂലദേഹത്തിനപ്പുറത്ത് വേറൊരു ദേഹമുണ്ട് നമുക്ക്. അതപ്പരം യത് അവ്യക്തം അവ്യൂഢ ഗുണവ്യൂഹിതം അദൃഷ്ട അശ്രുതവസ്തുത്വാൽ സജീവോ യത് പുനർഭവ. സ്ഥൂല ശരീരത്തെ മാത്രമല്ല ദ്രഷ്ടാവായ ആത്മാവിൽ ആരോപിക്കുന്നത്, സൂക്ഷ്മ ശരീരത്തെയും അതിനെ അറിയുന്ന ദ്രഷ്ടാവായ ആത്മാവായ തമ്മിൽ ആരോപിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകങ്ങളൊക്കെ എന്തിനാ പറയണത്? നമ്മൾ ക്ലാസ് ഇത് പഠിക്കാറുണ്ട്, ശ്ലോകം പഠിക്കാറുണ്ട്, സപ്താഹത്തിൽ ഇതൊന്നും പറയില്ല. ഇത് അടിസ്ഥാനമാണ്, നമുക്ക് പറ്റിയ അടിസ്ഥാന തെറ്റാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സംസാരത്തിൻ്റെ ബീജമാണ് ഈ തെറ്റിദ്ധാരണ, ഈ അധ്യാസം. ഈ തെറ്റിദ്ധാരണയിലാണ് നമ്മുടെ വ്യവഹാര ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെത്താനെ നമുക്കിത് തോന്നില്ല, ഓ ഈ ദേഹാദികളൊക്കെ അറിയപ്പെടുന്നതുകൊണ്ട് ദൃശ്യമാണ്, ഞാൻ ഇതിനൊക്കെ കാണുന്ന ദ്രഷ്ടാവാണ്, ഞാൻ വേറെ ഇത് വേറെ എന്ന് നമുക്കാർക്കും തോന്നില്ല. എന്നത് വായിച്ചിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും പോലും നമുക്ക് ബോധിക്കാൻ പറ്റില്ല, അല്ലേ? ഉറക്കണില്ല. പിന്നെ തന്നെത്താനെ എങ്ങനെ ഒരാൾക്ക് ഇത് ബോധിക്കാൻ പറ്റുക? ശ്രവണവും നിരന്തരമായ മനനവും ധ്യാനവും ആവശ്യമുണ്ടെന്നർത്ഥം. അപ്പോൾ അതപ്പരം, ഇതിൽ നിന്നും പരം, വേറിട്ടതും അന്യമായതും. പിന്നെ അവ്യക്തം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തതുമാണ് എന്ത്? സൂക്ഷ്മ ശരീരം. അതെങ്ങനെയാണ്? അവ്യൂഢ ഗുണവ്യൂഹിതം. കൈകാല് മുതലായ അവയവങ്ങളോട് കൂടിയതാണ് സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിലുണ്ട് എന്തൊക്കെയുണ്ട്? സ്ഥൂല ശരീരമാണ് എന്താ പറയുക, പഞ്ചീകരിച്ച പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് സ്ഥൂല ശരീരം. കാണാൻ കഴിയുന്ന കയ്യ്, കാല്, കണ്ണ്, മൂക്ക് മുതലായ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ സൂക്ഷ്മ ശരീരം അപഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്നുണ്ടായതാ, പഞ്ചീകരിക്കാത്ത പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാ. അതുകൊണ്ട് അത് സൂക്ഷ്മമാണ്. അതിൽ കയ്യ്, കാല് മുതലായ ഒന്നുമില്ല. അതിലെന്തൊക്കെയുണ്ട്? അതിൽ 17 ഘടകങ്ങളുണ്ട്. ഈ കണ്ണിൻ്റെ കാണാനുള്ള ആ കപ്പാസിറ്റി, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണന്മാർ, മനസ്സ്, ബുദ്ധി, ഇങ്ങനെ 17 ഘടകങ്ങളാണ് സൂക്ഷ്മ ശരീരത്തിലുള്ളത്. ഈ കാണുന്നത് നേത്രേന്ദ്രിയമല്ല, ഈ കാണുന്ന ഈ ഉപകരണമല്ല ശ്രേത്രേന്ദ്രിയം. ഇന്ദ്രിയം സൂക്ഷ്മ ശരീരത്തിലാണ്. നമ്മളിതിൻ്റെ ഗോളകങ്ങളെ മാത്രമാണ്, ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള, അതിനെ കാത്തു സൂക്ഷിക്കാനുള്ള ആ ചെപ്പിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലേ? ഈ ഉന്തി നിൽക്കണ ഈ സാധനമല്ല ഘ്രാണേന്ദ്രിയം, അത് സൂക്ഷ്മ ശരീരത്തിലാണ്. ഈ സൂക്ഷ്മ ശരീരമാണ് ഈ സ്ഥൂല ശരീരം വിടുമ്പോൾ, മരിക്കുമ്പോൾ ഈ വാസനകളെയും കൊണ്ട് ഈ സ്ഥൂല ശരീരത്തെ വിട്ട് പോകുന്നതും പുനർജന്മം കൈക്കൊള്ളുന്നതും. അപ്പോൾ ഇങ്ങനെ സൂക്ഷ്മ ശരീരം ഉണ്ടെന്നുള്ള തെളിവെന്താ? ജീവന്റെ ഉപാധിയാണത്. ഈ സൂക്ഷ്മ ശരീരമെന്ന വാഹനത്തിൽ കയറിക്കൊണ്ടാണ് ഈ ജീവൻ മരണാനന്തരം ലോകാന്തരഗമനം ചെയ്യുന്നത്, സ്വർഗ നരകാദികളിൽ പോകുന്നത്, പുണ്യപാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ഭൂമിയിൽ പുതിയ സ്ഥൂല ശരീരമെടുത്ത് ജനിക്കുന്നതും. ഈ സൂക്ഷ്മ ശരീരം ഇല്ലെങ്കിലോ പിന്നെ ഈ ജീവന് ജനമരണ സംസാരം ഇല്ല എന്നർത്ഥം, മനസ്സിലായില്ലേ? അപ്പം ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ രണ്ടും ആത്മാവല്ല എന്നാണ് പറയുന്നത്. ആത്മാവല്ല എന്ന് വെച്ചാൽ നാം അല്ല എന്നാണ്. നാം ആരാണ്? ദ്രഷ്ടാവാണ്. ഇവ രണ്ടോ ദൃശ്യമാണെന്നർത്ഥം. അതുകൊണ്ട് പറയണു അജ്ഞാന ആത്മാനസോബാധേഹേ കർത്തൃത്വാദീനി ചാത്മനി കൽപ്യന്തേ അമ്പുകതേ ചന്ദ്രേ ചലനാദി യഥാ അമ്പസഹ. ആകാശത്തിൽ ചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുന്നു, വെള്ളത്തിൽ ചന്ദ്രൻ്റെ പ്രതിബിംബം വീഴുന്നു. ആ ചന്ദ്രന് യാതൊരു ഇളക്കവും കുലുക്കവും ഇല്ല. പക്ഷെ വെള്ളത്തിന് ഇളക്കം വന്നാൽ വെള്ളത്തിൽ പ്രതിബിംബിച്ച ചന്ദ്രൻ ഇളകി, അല്ലേ? നുറുങ്ങി പീസായി, ശരിയല്ലേ? ഇതുപോലെ ആകാശത്തിലെ ചന്ദ്രനെ മാതിരി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ ദേഹത്തെയും ഈ മനസ്സിനെയും അതിലെ ചിന്തകളെയും എല്ലാത്തിനെയും ദൃശ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ദ്രഷ്ടാവായ ആ ബോധത്തിന്, ആത്മാവിന് സുഖോ ദുഃഖോ ഒന്നുമില്ല. പക്ഷേ ഈ മനസ്സിന് വെള്ളത്തിന് ഇളക്കം തട്ടമാതിരി ഇളക്കം തട്ടുമ്പോൾ ആ മനസ്സിൽ പ്രതിഫലിച്ച ആ ജീവന്
ആ സുഖവും ദുഃഖമൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു. ആണ് മനസ്സിൻ്റെ ധർമ്മങ്ങളെ ആരോപിക്കുന്നു. സൂക്ഷ്മശരീരത്തിൽ പ്രധാനമായിട്ട് മനസ്സാണ്. ആ മനസ്സിൻ്റെ വ്യത്യസ്ത മൂഡിനനുസരിച്ച് നമ്മളും സുഖി ക്വചിത് ദുഃഖിയായിട്ട് മാറുന്നില്ലേ? അപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താ? മനസ്സിനെയും മനസ്സിൻ്റെ ധർമ്മങ്ങളാവുന്ന സുഖദുഃഖാദികളെയും അതിനെ കാണുന്ന ദൃഷ്ടാവായ ആത്മാവായ തന്നിൽ ആരോപിക്കുന്നു, അധ്യസിക്കുന്നു. എന്നിട്ട് ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്ന് വിചാരിക്കണം. ശരിയോ? ഞാൻ സുഖിയാണെങ്കിൽ ഞാൻ എങ്ങനെ സുഖത്തെ അറിയും? ഞാൻ എങ്ങനെ ദുഃഖത്തെ അറിയും? ഞാൻ ദുഃഖത്തെയും അറിയുന്നു, ഞാൻ സുഖത്തെയും അറിയുന്നുവെങ്കിൽ സുഖവും ദുഃഖവും ദൃശ്യമായില്ലേ? അറിയപ്പെടുന്ന വസ്തു അറിയുന്നവനിൽ വേറെ ഉണ്ടേ. ഈ യുക്തി വെച്ച് നോക്കുമ്പോൾ വീണ്ടും ദൃശ്യത്വം ദ്രഷ്ടരി ആരോപിതം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ദ്രഷ്ടാവ് ഫ്രീ ആണ്. ദ്രഷ്ടാവ് എല്ലാത്തിനും അറിയുന്ന കാഴ്ചക്കാരൻ. അതാണ് ആത്മാ ചൈതന്യം ബോധം നാം ഓരോരുത്തരും എന്നാണ് അറിയേണ്ടത്. മനസ്സിലായില്ലേ? അത് അറിയുന്നില്ല അജ്ഞത കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട്. അതുകൊണ്ട് ഇവയുടെ ധർമ്മങ്ങളൊക്കെ തന്നിൽ ആരോപിച്ചുകൊണ്ട് താൻ ഈ സംസാര ദുഃഖം അനുഭവിക്കാൻ ഇടവരുന്നു. ഇതിൽ നിന്ന് എങ്ങനെ മോചനം സാധിക്കും? ഈ രണ്ട് ശരീരങ്ങളോടുമുള്ള ശരീരങ്ങളല്ല കുഴപ്പം. ഈ ശരീരങ്ങളിൽ അജ്ഞാനം കൊണ്ട് ഞാനെന്ന് തോന്നിയതായ തെറ്റിദ്ധാരണയാണ് പോട്ടത്. ഈ തെറ്റായ വിശ്വാസം ഉണ്ടല്ലോ. ദേഹമാണ് ഞാനെന്നുള്ള വിശ്വാസം നമ്മളില്ലേ? ഞാൻ സുഖി ദുഃഖിയാണെന്ന വിശ്വാസമില്ലേ? ഇതിന് പകരം ഞാൻ സുഖിയും ദുഃഖിയല്ല, ഞാൻ ആനന്ദസ്വരൂപനായ ദ്രഷ്ടാവാണ്, ആത്മാവാണെന്നുള്ള വിശ്വാസം വരണം എന്നർത്ഥം. അഷ്ടാവക്രമുനി പറയണം എന്താണ്? ഇതാണ് നിന്റെ ബന്ധം. എന്ത്? ഒരിക്കലും ബന്ധനമില്ലാത്ത നീ, ബന്ധമുക്തികൾക്ക് രണ്ടിനും അതീതമായ നീ മോക്ഷത്തിന് വേണ്ടി പണിയെടുക്കണു എന്നുള്ളതാണ്. ദ്രഷ്ടാരം പശ്യതി ഇതരം. ദ്രഷ്ടാവായ നിന്നെ അങ്ങനെ അറിയാതെ ഇതരമായി, ഇതരച്ചാലോ ദ്രഷ്ടാവിന് അന്യമായ ദൃശ്യമായിട്ട് നിന്നെ കരുതുന്നു, കണക്കാക്കുന്നു. അതാണ് നിന്റെ ബന്ധന കാരണം, അതാണ് സംസാര ദുഃഖത്തിന്റെ കാരണം. അപ്പൊ എങ്ങനെ മോക്ഷം സംഭവിക്കും? ആത്മദർശനം കൊണ്ടാണ് മോക്ഷം. ദ്രഷ്ടാവായ ആത്മാവാണ് താനെന്ന് സാക്ഷാത്കരിക്കുമ്പോൾ മോക്ഷായി. അത് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. എത്രേമേ സതസദ്രൂപേ പ്രതിഷിദ്ധേ സ്വസംവിദാം അവിദ്യയാ ആത്മനികൃതേ ഇരുതത് ബ്രഹ്മദർശനം. അവിദ്യയാ ആത്മനികൃതേ. എന്താണ് ഈ ബന്ധനം? അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് ദ്രഷ്ടാവാണ് ആത്മാവ്. ആ ആത്മാവിൽ കൽപ്പിച്ചതായ ഇമേ സതസദ്രൂപേ, ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളും അവയുടെ ധർമ്മങ്ങളും സ്വസംവിദ, തൻ്റെ സ്വസ്വരൂപം, യഥാർത്ഥ സ്വരൂപം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വിലക്ഷണമായ ദ്രഷ്ടാവായ ആ ചൈതന്യമാണ്, ആത്മാവാണ് എന്ന് അനുഭവിക്കുമ്പോൾ, സാക്ഷാത്കരിക്കുമ്പോൾ എന്തായി? സംസാരമോചനായി. അതന്നെ ബ്രഹ്മദർശനം. അതാണ് ബ്രഹ്മദർശനം. ആത്മാവ് തന്നെയാണ് ബ്രഹ്മമായിരിക്കുന്നത്. പരമാത്മാവ് തന്നെയാണ് ഓരോരുത്തരുടെ ഉള്ളിലും ആത്മാവായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഈ അനുഭൂതിയിൽ പ്രതിഷിദ്ധേ, സ്വസംവിധിച്ച ആത്മബോധം കൊണ്ട്, ആത്മജ്ഞാനം കൊണ്ട്, ആത്മസാക്ഷാത്കാരം കൊണ്ട് ഈ തെറ്റായ സ്ഥൂല സൂക്ഷ്മ ദേഹത്തെയും അവയുടെ ധർമ്മങ്ങളെയും തന്നിൽ നിന്ന് നിഷേധിക്കുന്നു, നീക്കിക്കളയുന്നു. അത് തൻ്റേതല്ലാന്ന് തിരിച്ചറിയുന്ന അർത്ഥം. ഇതാണ് മോക്ഷത്തിനുള്ള കാരണം. അതെങ്ങനെ സംഭവിക്കും? ഈ തെറ്റിദ്ധാരണ പോകണമല്ലോ. അപ്പോൾ ദ്രഷ്ടാവിനെ ദ്രഷ്ടാവായി അറിയാം, ദൃശ്യത്തെ ദൃശ്യമായി അറിയാം. ഞാൻ ദൃശ്യങ്ങളല്ല, ഞാൻ ദ്രഷ്ടാവാണ്. ദ്രഷ്ടാവട്ടെ പരിപൂർണമായ ആ ആത്മതത്വമാണ്, ചൈതന്യമാണ് എന്ന് ബോധിച്ചാൽ, സാക്ഷാത്കരിച്ചാൽ മുക്തിയായി നത്തം. പിന്നെ അയാൾക്കൊരിക്കലും, മുക്തനൊരിക്കലും ഈ സ്ഥൂല സൂക്ഷ്മദേഹങ്ങളോടുകൂടി ഇരുന്നാലും അവയിൽ അഭിമാനമില്ല എന്നർത്ഥം. അഭിമാനമാണ് ബന്ധന കാരണം, താതാത്മ്യമാണ് ബന്ധന കാരണം. ഡ്യൂ ടു ഐഡന്റിഫിക്കേഷനാണ് അവയുടെ ധർമ്മം തനിക്കുണ്ടെന്ന് തോന്നാൻ കാരണം. ഈ താതാത്മ്യം എന്തുകൊണ്ട് വന്നു വെച്ചാൽ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ അറിയില്ലായ്മയാകുന്ന അജ്ഞത കൊണ്ട് വന്നു ചേർന്നർത്ഥം. അത് പോയി, ആ അജ്ഞാനം പോയിട്ട് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിദ്യ പോകണമെങ്കിൽ വിദ്യ ഉണ്ടാകണം, അത്രയും അർത്ഥം. അതിന് ഈശ്വരഭക്തി ആവശ്യം. അതാണ് അടുത്ത ശ്ലോകം. ഭഗവത് കഥാശ്രവണ കീർത്തനാദികളെ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ തെറ്റിദ്ധാരണ, സ്ഥൂല സൂക്ഷ്മ
ദേഹങ്ങളോടുള്ള താതാത്മ്യം പോയിട്ട്, അല്ലെങ്കിൽ ശരീര മനോബുദ്ധ്യാദികളും ഞാനെന്നും എൻ്റെ എന്നുള്ള അഭിമാനം പോയിട്ട് നമുക്ക് ആത്മസാക്ഷാത്കാരമുണ്ടായി മുക്തി നേടാൻ സാധിക്കുക എന്നാണ് പറയണത് ഈ ശ്ലോകങ്ങളിൽ. യദ്യേഷോ വരദാദേവി മായാവൈശാരദീ മതിഃ സമ്പന്നയേ വേദി വിദുഃ മഹിമ്നി സ്വേ മഹീയതേ. അപ്പോൾ യതി ഏഷ ഉപരദാ ദേവി മായ, ഈ മായാശക്തി ആരുടെയാണ് ഈ മായാശക്തി? വൈശാരദി. വൈശാരദി വെച്ചാലോ വിശാരദനായ ആളുടെ. വിശാരദൻ എന്ന് പറഞ്ഞാലോ സർവജ്ഞൻ എന്നർത്ഥം. അപ്പൊ സർവജ്ഞനായ ഈശ്വരന്റെ ശക്തിയാകുന്ന ഈ മായാദേവി, മായാഭഗവതി. ഇനി ആ മായാഭഗവതി എങ്ങനെയുള്ളതാണ്? ദേവി എന്നുള്ള വാക്കിന് ദിവ് എന്ന വാക്കിന് ഒരർത്ഥം ക്രീഡ എന്നാണ്. ക്രീഡ, സ്പോർട്ട്. ആ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ഈ സൃഷ്ടിയാദികളാവുന്ന ക്രീഡ അഥവാ ലീല നടത്തുന്നു. ഭഗവാനെ സംബന്ധിച്ചോളം സൃഷ്ടിയാദി ലീലയാണ്, ക്രീഡയാണ്. മജീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നേരമ്പോക്കാണ് അയാൾ കാണിക്കണം, അല്ലേ? പക്ഷെ കാണികൾക്ക് യഥാർത്ഥ ആ സമയത്ത്, അല്ലേ? ശരിയല്ലേ? അദ്ദേഹം ഇങ്ങനെ കാണിക്കുമ്പോൾ മലവെള്ളപ്പാച്ചിൽ കയറി വരണു, ആൾക്കാർ മുങ്ങുന്നിച്ച് ടെറസിൻ്റെ മുകളിൽ കയറണു. അവർക്ക് യാഥാർത്ഥ്യ, അങ്ങേർക്കത് കീടയാ, കുറച്ച് നേരത്തെ സ്പോർട്ട്, അല്ലേ? ഇതുമാതിരിയാണ് ഭഗവാന് ഈ മായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാവുന്ന ലീല ചെയ്യാൻ, ഇത് ചെയ്ത് വിനോദിക്കാനുള്ള ഒരു തമാശ ഭഗവാന്റെ ഒരു കഴിവ്, ശക്തിയാണ്. എങ്കിൽ ഭഗവാൻ ഇതുകൊണ്ട് ഇതൊക്കെ നടത്തുന്നു. പക്ഷെ ഈ മായ നമ്മളെ സംബന്ധിച്ചോളം, ജീവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദേഹാദികളിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവത്തെ ഊട്ടി ഉറപ്പിച്ചിരിക്കുക. അത് പോകണം. അത് പോകണമെങ്കിലോ ഈ മായ രണ്ട് പ്രകാരത്തിലുണ്ട് അത്രേ. മായയെക്കുറിച്ച് പറയുമ്പോൾ മഹാന്മാർ പറയാൻ എങ്ങനെയാ? മായ അവിദ്യാമായെന്നും വിദ്യാമായെന്നും മായയ്ക്ക് തന്നെ രണ്ട് വകഭേദമുണ്ട് അത്രയും. മനസ്സിലായോ? ഇതിൽ അവിദ്യാമായയാണ് നമ്മെ ഈ താതാത്മ്യത്തിലും തെറ്റിദ്ധാരണയിലും കുടുക്കി സംസാരത്തിലിട്ട് വെള്ളം കുടിപ്പിക്കുന്നത്, ജനമരണ ക്ലേശങ്ങൾക്ക് കാരണമാകുന്നത്. എന്നാൽ ഈ വിദ്യാമായായി മാറിയാൽ ഇത് തന്നെ അവിദ്യയെ നശിപ്പിച്ച് നമ്മെ മോചിപ്പിക്കും അത്രയും അർത്ഥം. അതെങ്ങനെ സംഭവിക്കും? അതിനാണ് ഭഗവാന്റെ മഹാത്മ്യം, ഭഗവാന്റെ ഭജനം, ഉപാസന, ഭക്തി ഒക്കെ ആവശ്യം. അപ്പോൾ ഭഗവാന്റെ തിരുനാമജപവും ലീലകളുടെ, ഭഗവാന്റെ അവതാരങ്ങളുടെയും ലീലകളുടെയും ഗുണഗണങ്ങളൊക്കെ കീർത്തിക്കലും കേൾക്കലും സ്മരിക്കലും ചിന്തിക്കലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലെ ആ അവിദ്യാമായ വിദ്യാമായായി മാറും ഭക്തി കൊണ്ട്. അങ്ങനെ ആ മനസ്സിന് പരിശുദ്ധി വരുമ്പോൾ ഈ അവിദ്യാമായയെ നീക്കാൻ വിദ്യാമായയ്ക്ക് ശക്തി ഉണ്ടാവും. വിദ്യ അവിദ്യയെ ഇല്ലാണ്ടാക്കും എന്നർത്ഥം. വിദ്യ അവിദ്യാം നിഹന്ത്യേവ. വിദ്യ കൊണ്ടേ അവിദ്യ ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ജനനമരണങ്ങളില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപിയായ ദൃക്സ്വരൂപനായ ആ ആത്മതത്വമാണ് എന്ന സാക്ഷാത്കാരമുണ്ടാവും. ആ സാക്ഷാത്കാരത്തിലോ ഈ സ്ഥൂലസൂക്ഷ്മ ദേഹാദികളോടുള്ള താതാത്മ്യം മറ്റുപോകും. പിന്നെ ജീവന് ജനന മരണ സംസാര ക്ലേശം അനുഭവിക്കേണ്ടി വരില്ല എന്നർത്ഥം. അപ്പം ഈ വിദ്യ ഉണ്ടാവണമെങ്കിൽ അതിന് കാരണം ഭഗവത് ഭക്തിയാണ്. ആ ഭഗവത് ഭക്തി ഉണ്ടാവാനുള്ള കാരണം ഭഗവാന്റെ മഹിമകളുടെ ശ്രവണവും കീർത്തനവും സ്മരണവും ചിന്തനവുമാണെന്നർത്ഥം. ഇങ്ങനെയാണ് സായം പ്രാതർഗണൻ ഭക്രിയ ദുഃഖഗ്രാമാ വിമുച്ചതേ എന്നുള്ളത് കണക്റ്റ് ആവണത്. മനസ്സിലായോ? ഈശ്വരൻ്റെ അവതാര ലീലകളുടെ ശ്രവണ കീർത്തനങ്ങൾ എങ്ങനെ ഒരാളെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കും? സംസാരത്തിൽ നിന്ന് ബന്ധനത്തിന് കാരണം ഇതാണെന്ന് ആദ്യം പറഞ്ഞു. 2-3 ശ്ലോകങ്ങളെ കൊണ്ട് ബന്ധനത്തിൻ്റെ കാരണം എന്താണ് ബന്ധം എന്നാണ് പറഞ്ഞത്, അല്ലേ? അജ്ഞാനം കൊണ്ട് ഉണ്ടായ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ താനാണ് തെറ്റിദ്ധരിച്ച് അവയുടെ ഗുണദോഷങ്ങളൊക്കെ തന്നിൽ ആരോപിച്ചു കൊണ്ടിരിക്കുന്നതാണ് ബന്ധനം. അത് തനത്താനെ അങ്ങോട്ട് പോവില്ല. അത് ബുദ്ധി കൊണ്ട് അറിഞ്ഞുകൊണ്ട് മാത്രം പോവില്ല. ഇതൊക്കെ വേറിട്ട ആത്മാവാണ് ഞാനെന്ന് ബൗദ്ധികമായ അറിവുകൊണ്ട് പോവില്ല. മറിച്ച് മനസ്സിലാണ് ഈ തെറ്റിദ്ധാരണയും വിശ്വാസം ഇരിക്കുന്നത്. മനസ്സിൽ നിന്നത് പോകണമെങ്കിലോ മനസ്സ് ശുദ്ധമാകേണ്ടിയിരിക്കുന്നു, വിദ്യ വരേണ്ടിയിരിക്കുന്നു. ഭക്തി കൊണ്ടേ ആ വിദ്യ ഉണ്ടാവുള്ളൂ. ആ വിദ്യയുടെ ഉദയത്തിൽ അവിദ്യ ഇല്ലാണ്ടായിത്തീരും. എങ്ങനെ? തേജ തിമിര സംഘവത്. സൂര്യൻ ഉദിക്കണവരെയല്ലേ ഇരുട്ടിന് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? തിമിരച്ച ഇരുട്ട്, ഇരുട്ടിൻ്റെ സംഘാതമായ ഇരുട്ട് എത്ര നേരം ഉണ്ടാവും? സൂര്യൻ ഉദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ടോർച്ച് അടിച്ചാൽ, അല്ലെങ്കിൽ ഒരു വിളക്ക് കൊത്തിച്ചാൽ, അല്ലേ? വിളക്ക് കൊത്തിച്ചാൽ പിന്നെ എത്ര കാലം പഴക്കമുള്ള ഇരുട്ടായാലും നിൽക്കുമോ? നിൽക്കില്ലല്ലോ, ഇല്ല. ഇതുപോലെയാണ്
അപ്പോൾ എരി ഏഷാ ഉപരതാ ദേവി മായാവൈശാരദീമതി, സർവജ്ഞനായ ആ ഈശ്വരന്റെ സൃഷ്ടിയാദികൾ നടത്തി ലീല ചെയ്യാൻ കഴിവുള്ളതായ ഈ മായാശക്തി ജീവനെ സംസാരത്തിൽ കെട്ടിയിട്ട് തളച്ചിട്ടിരിക്കുന്നു. അതേ സമയത്ത് ആ മായ വിദ്യാമായയായി പരിണമിക്കും ഈശ്വര ഗുണഗണങ്ങളുടെ കീർത്തന ശ്രവണാദികളെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഉപാസിക്കണം. ഇൻ ഷോർട്ട് എന്താ പറയണത്? അടുത്ത ശ്ലോകത്തിൽ ഈ ടോപ്പിക് ഉപസംഹരിക്കണം. ഏവം ജന്മാനി കർമാണി ഹ്യകർത്തുരജനസ്യജാം വർണ്ണയന്തി സ്മ കവയഃ വേദഗുഹ്യാനി ഹൃത്പതേഹേ. ഹൃത്പതേഹേ, ഹൃദയത്തിന്റെ പതി ഭഗവാനാ, ഹൃദയേശ്വരനാണ് ഭഗവാൻ. നമ്മുടെ ഹൃദയം പിടിക്കുന്നത് ഭഗവാൻ അവിടെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജഡമായ യന്ത്രമാണത്. ആ യന്ത്രം പ്രവർത്തിക്കോ? കറണ്ടില്ലാതെ യന്ത്രങ്ങളൊന്നും പ്രവർത്തിക്കുന്ന കണ്ടില്ലല്ലോ. ഏത് യന്ത്രം കൊണ്ടാണ് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്? ആ ഹൃത്പതിയാണ്, ഹൃദയത്തിന്റെ പതി ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ പേര് ഹൃദയേശ്വരൻ എന്നാണ്, ലോർഡ് ഓഫ് അവർ ഹാർട്ട്. നോക്കണം, എന്താ ഈശ്വരന്റെ അപ്പോൾ ആ ഭക്തി വരാനുള്ള വഴിയല്ലേ? ഹൃദയേശ്വരനാണ് ഭഗവാൻ, കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ ഹൃത്പതേഹേ, ഹൃദയത്തിന്റെ പതി, അതിനാണ് അന്തര്യാമി എന്ന് നമ്മൾ പറയാം. ഹൃദയത്തിന്റെ മാത്രം പതിയല്ല, ഹൃദയത്തെ മാത്രമല്ലല്ലോ അവിടുന്ന് പ്രവർത്തിപ്പിക്കുന്നത്. ഹൃദയത്തെ, ബുദ്ധിയെ, മനസ്സിനെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ എല്ലാത്തിനെയും ആര് പ്രവർത്തിപ്പിക്കുന്നു? ഈ ഭഗവാന്. ഉള്ളിൽ അന്തര്യാമിയായിരിക്കണം ഭഗവാന്. കണ്ണിന് കാണാനുള്ള കഴിവ്, സാമർഥ്യം, കാതിന് കേൾക്കാനുള്ള സാമർഥ്യം, മൂക്കിന് മണക്കാനുള്ള സാമർഥ്യം ഒക്കെ എപ്പോഴുള്ളത്? ഹൃദയേശ്വരൻ ഉള്ളിലുള്ളപ്പോൾ. ആ ഹൃത്പതിയാണ് ഭഗവാൻ. അജനസ്യ, ആ അന്തര്യാമിയോ ജനനമില്ലാത്തവനാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ജന്മാനി, ജന്മങ്ങളാണ് അവതാരങ്ങൾ. വേദഗുഹ്യാനി, അത് വേദങ്ങളിൽ രഹസ്യമായി വച്ചിട്ടുള്ളതാണ് അർത്ഥം. അപ്പോൾ വേദത്തിൽ ഈശ്വരനെ കുറിച്ച് പ്രതിപാദിക്കുന്ന രഹസ്യം എന്താണ്? സർവഭൂതങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായതുകൊണ്ട് അവരുടെ ദേഹേന്ദ്രിയ മനോബുദ്ധ്യാദികളൊക്കെ സ്വസാന്നിധ്യം കൊണ്ട് അതാത് വിഷയങ്ങളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ ആ അനുഗ്രഹം ചെയ്തുകൊണ്ട് ഈ അനുഭവങ്ങളോടോ ഈ സുഖദുഃഖാദികളോടോ ഒന്നിനോടും ബന്ധമില്ലാതെ ഒക്കത്തിനും കണ്ടുകൊണ്ട് കാഴ്ചക്കാരനായി സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാനാണ് മായ കൊണ്ട് അനേക തരത്തിലുള്ള സൃഷ്ടിയാദികളും അതുപോലെ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ അനേക തരത്തിലുള്ള അവതാര ലീലകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് വേദരഹസ്യം. അങ്ങനെയുള്ള ഭഗവാനെ നാം ഭജിക്കണം. ആ ഭഗവാനെ ഭജിച്ചാൽ മാത്രമേ ജീവന്റെ അജ്ഞാനബന്ധം നശിച്ച് മുക്തനാവാൻ സാധിക്കൂ. ഇതാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെയാണ് ഭഗവത് കഥാശ്രവണാദികളിലൂടെ ഈശ്വരഭക്തി വളർത്തി വിദ്യയെ അവിദ്യയാക്കി മാറ്റി ആ അജ്ഞാനത്തിൽ നിന്ന് മോചനം നേടി ജീവൻ മുക്തനായിത്തീരുന്ന അർത്ഥം. നോക്കൂ, വാസ്തവത്തിൽ ജീവനെ മാത്രമേ മായ വലയ്ക്കുന്നുള്ളൂ, ഈശ്വരനെ മായ വലയ്ക്കുന്നില്ല. ഈശ്വരനും ജീവനും ഭൃത്യാദികൾ ചെയ്യാനുള്ള കാരണം, അവതാരങ്ങൾ എടുക്കാനുള്ള കാരണവും മായയാണ്. മായയിലേക്ക് സാധിക്കില്ല. പക്ഷേ ഈശ്വരൻ സർവതന്ത്ര സ്വതന്ത്രനാണ്, ജീവനോ പരതന്ത്രനാണ്. ഈശ്വരന്റെ അധീനതയിലാണ് മായ, മായയുടെ അധീനതയിലാണ് ജീവൻ. മായ കൊണ്ടാണ് നമ്മുടെ ദേഹാദികളിൽ നാം എന്ന തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവണം എന്നർത്ഥം. മായ തന്നെ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത് അർത്ഥം. ഭഗവാൻ നിത്യമുക്തനാണെങ്കിൽ ജീവനോ നിത്യബദ്ധനാകുന്നു, അല്ലേ? ഈശ്വരൻ സർവജ്ഞനാണെങ്കിൽ ജീവൻ അല്പജ്ഞനാകുന്നു. ഈശ്വരൻ സർവവ്യാപിയാണെങ്കിൽ ജീവൻ അല്പവ്യാപിയാകുന്നു. അതുകൊണ്ട് എത്രത്തോളം കാലം നമുക്ക് ഈ അല്പത്വം, അല്പജ്ഞത്വം, ഈ പരിമിതത്വം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ദേഹാദികളിലുള്ള അഭിമാനം കൊണ്ടാ. ആ ചൈതന്യം എന്നുള്ളതിൽ യാതൊരു പരിമിതിയില്ല, അത് സർവ്വവ്യാപി തന്നെയാണ്. പക്ഷേ എത്രത്തോളം കാലം അജ്ഞാനം കൊണ്ട് സ്ഥൂല സൂക്ഷ്മ ദേഹാദികളിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള വിചാരവും സംസാര സുഖദുഃഖങ്ങളും ജനനമരണങ്ങളും ഉണ്ടോ, അത്രത്തോളം കാലം ഈ ജീവൻ നിത്യമുക്തനും സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ ഈശ്വരനെ ആത്മാർത്ഥമായിട്ട് ആശ്രയിക്കണം, ഭജിക്കണം. എന്നാൽ മാത്രമേ ഈ ജീവന് വന്ന തെറ്റിദ്ധാരണ നീങ്ങി ഈ ജീവൻ തൻ്റെ വാസ്തവ നില, അതാണ് ഈശ്വര സ്വരൂപം, അത് തിരിച്ചു കിട്ടുള്ളൂ. ഇതാണ് മുക്തി. ഇതാണ് ഇതുവരെ പറഞ്ഞത്. ഇപ്പം എന്തിനു നമ്മൾ ഈശ്വരനെ ഭജിക്കണം? ഈശ്വരന് വേണ്ടി ഭജിക്കണം, നമുക്ക് വേണ്ടി ഭജിക്കണം? വളരെ വിശേഷപ്പെട്ട വിഷയം. എന്തിന് ഭഗവത് കഥ കേൾക്കണം, ഞാൻ പറയണം, നിങ്ങൾ കേൾക്കണം? ഈശ്വരന് വേണ്ടിയിട്ടാണോ? അല്ല. എന്തിന് ഈശ്വരന് വേണ്ടി നമ്മൾ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം? ഈശ്വരന് വേണ്ടിയിട്ടല്ല ഇതൊന്നും.
ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഭഗവാൻ നിത്യശുദ്ധനും നിത്യമുക്തനും സർവജ്ഞനുമൊക്കെയാണ്. ഭഗവാൻ ബന്ധനം എന്നറിയില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഈ സത്യം അറിയാതെ ഈ ദ്രഷ്ടാവായ ആ ചൈതന്യമാണ് ആത്മാവാണെന്നുള്ള വിസ്മരിച്ചു. എങ്ങനെ വിസ്മരിച്ചു എന്ന് ചോദിക്കരുത്. അത് വിസ്മരിച്ചവർ കണ്ടുപിടിച്ചോണം അല്ലേ. ഇപ്പൊ വിസ്മരിച്ചിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്ന് മോചനത്തിന് ആ സർവേശ്വരനെ സർവാത്മന ആശ്രയിക്കുക, ഭജിക്കുക, അവിടുത്തെ കഥകൾ കേൾക്കുക, പറയുക, തിരുനാമങ്ങൾ കീർത്തിക്കുക, കർമ്മങ്ങൾ ഈശ്വരാരാധനമായി അനുഷ്ഠിക്കുക. അങ്ങനെ മയ്യാസക്തമനാ പാർത്ഥ, ഭഗവാനിൽ ആസക്ത മനസ്സോടുകൂടി ജീവിക്കുക. ഇതാണ് അത് രക്ഷപ്പെടാനുള്ള മാർഗം. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ, ഏതൊരു ഭഗവാനെ ഭജിച്ചാലാണോ ഈ ജീവന്റെ സംസാര ക്ലേശങ്ങളിൽ നിന്ന് ജീവന് മോചനം നേടാൻ സാധിക്കുക, ആ ഈശ്വരനാണ് സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്നത്. ആ ഭഗവാന് ജനന മരണാദികളില്ല, സുഖദുഃഖങ്ങളില്ല. ആ ഭഗവാൻ സൃഷ്ടിയാദികൾ ചെയ്യുമ്പോഴും അതിൽ ഞാനെന്ന് അഭിമാനിക്കുന്നില്ല. അകർത്താവും അഭോക്താവുമാണ്. കർത്തൃത്വ ഭോക്തൃത്വമൊക്കെ അജ്ഞാനം കൊണ്ട് ദേഹാദികൾ ഞാനെന്ന് തെറ്റിദ്ധരിച്ച് നമുക്കേ ഉള്ളൂ, ജീവനേ ഉള്ളൂ. ജന്മാദി വികാരങ്ങളില്ലാത്തവനാണ്. ആ ഭഗവാൻ തൻ്റെ മായാശക്തി അംഗീകരിച്ചുകൊണ്ട് അവതാരങ്ങൾ ചെയ്യുന്നു. ആ ഓരോ അവതാരങ്ങളും ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം മുതലായ അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ഭഗവാൻ അതുകൊണ്ട് ബന്ധനമുണ്ടോ? നാം നിസ്സാരമായ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അതിനാൽ കുടുങ്ങിപ്പോകുന്നു, ബന്ധനാവുന്നു. ഈശ്വരനെല്ലാം ചെയ്തിട്ടും അതിൽ ബന്ധനമില്ല. കാരണം എന്താ? അതിലൊന്നിലും താതാത്മ്യമില്ല എന്നുള്ളത് കൊണ്ട് അർത്ഥം. എന്താ കാരണം? ഈശ്വരൻ എപ്പോഴും ആ സർവജ്ഞതയ്ക്ക് തൻ്റെ സ്വരൂപം ഈശ്വരൻ മറക്കണില്ല, നാം മറന്നു പോകുന്നു. അതാണ് ജീവനും ഈശ്വരനും തമ്മിലെ വ്യത്യാസം. ഇനി ഈശ്വരന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാം അടുത്ത ശ്ലോകം. സവാ ഇദം വിശ്വം അമോഘലീലഃ സൃജത്യവത്യത്തിന സജ്ജതേസ്മിൻ ഭൂതേഷു ജാന്തർഹിത ആത്മതന്ത്രഃ ഷഡ്വർഗികം ജിഘ്രതി ഷഡ്ഗുണേശഃ. ഷഡ്ഗുണേശഃ, ഈശ്വരന് പേര് പറഞ്ഞിരിക്കുന്ന ഷഡ്ഗുണ ഈശൻ. ആറിന് ഏതൊക്കെയാ? 5 ജ്ഞാനേന്ദ്രിയങ്ങളും, കണ്ണ് മുതലായ 5 ജ്ഞാനേന്ദ്രിയങ്ങളും, മനസ്സും. ഈ 6 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ്. അഥവാ ഈ 6 ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തന സാമർഥ്യം കൊടുക്കുന്നവനാണ്. അതിൻ്റെ ഈശ്വരനാണ് ഇന്ദ്രിയ ഈശൻ. അതുകൊണ്ട് പേരെന്താ ഭഗവാന്? ഋഷികേശൻ. ഭഗവാനൊരു പേരുണ്ട്, ഋഷികേശം അല്ല, ഋഷികേശൻ. ഋഷികങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ നിയന്താവ്, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ. അതുകൊണ്ട് ഇവിടെ പറയണു ഷഡ്ഗുണേശൻ തന്നെ ഋഷികേശൻ. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഭൂതേഷു അന്തർഹിത, എല്ലാ ഭൂതങ്ങളിലും ജീവജാലങ്ങളിലും മറഞ്ഞിരിക്കുന്നവനായിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഓ ഷഡ്വർഗികം, ഈ 6 ഇന്ദ്രിയങ്ങളുടെ വിഷയത്തെ ജിഘ്രതിച്ച കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്നർത്ഥം. ഭഗവാൻ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എല്ലാത്തിനെയും അറിയുന്നു. പക്ഷെ ഭഗവാൻ ഒന്നിനോടും ബന്ധപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകള് അമോഘലീല. ഭഗവാന്റെ ഓരോ പ്രവൃത്തികളും ലീലകളും അമോഘമാണ്. നിഷ്ഫലമാവാത്തതാ, സഫലങ്ങളാണ്. ഈശ്വരന്റെ ലീലകൾ എന്താ? സൃഷ്ടി ഒരു ലീലയാണ്. സ്ഥിതിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അവതാരങ്ങളെടുത്ത് അവതാര ലീലകൾ ചെയ്യുന്നു. ഇതെല്ലാവരും സഫലമാണ്. എന്തിനാ ഭഗവാൻ അത് ചെയ്യണത്? ഈശ്വരൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജീവൻ എങ്ങനെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റും? അല്ലേ? പട്ടേരിപ്പാട് ഗുരുവായൂരപ്പനോട് ചോദിച്ചു, ഭഗവാനെ കഷ്ടമായിപ്പോയി അവിടെ നിന്ന് ഈ സൃഷ്ടി നടത്തിയത്. അതുകൊണ്ടല്ലേ അവിടത്തേക്ക് ഇങ്ങനെ തമാശയാണ് അല്ലേ പറയാൻ. മജീഷിനെ മാതിരി ഭഗവാൻ ക്രീഡയാണ്, ലീലയാണ് ചെയ്യണമെന്ന്. പക്ഷേ ഭഗവാൻ ലീലയ്ക്കായി ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. അതിൻ്റെ ഫലമായിട്ടോ ഞങ്ങളായ ഈ പാവങ്ങൾ ഇവിടെ കിടന്ന് സംസാരത്തിൽ കിടന്ന് ദുരിതം അനുഭവിക്കുക അല്ലേ? കഷ്ടാതെ സൃഷ്ടിചേഷ്ട അല്ലേ? അങ്ങയുടെ ഈ സൃഷ്ടിചേഷ്ട, ഈ സൃഷ്ടി വ്യാപാരം കഷ്ട ഖലു ബഹുതര ഭവഖേദാവഹ ജീവഭാരം. മഹാഭയങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഈ ജീവന്മാർക്ക് അനുഭവിക്കാൻ ഇടയാക്കി അങ്ങ് സൃഷ്ടി നടത്തിക്കൊണ്ട്. അങ്ങ് സൃഷ്ടിച്ചില്ലെങ്കിൽ ഞങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു, ഞങ്ങൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇത്യേവം ആലോചിതം അജിത മയാ പൂർവം. ഇതായിരുന്നു അവിടത്തെ ഭരിക്കുന്നത് വരെ എൻ്റെ വിചാരം. എൻ്റെ വിചാരിച്ച നമ്മുടെയൊക്കെ വിചാരം അങ്ങനെയാണ് പൊതുവെ നമ്മുടെ അല്ലേ? എന്തിനു ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിച്ചു? കഷ്ടപ്പാടും ദുഃഖം വരുമ്പോഴല്ലേ ആലോചിക്കുക വൈ ഗോഡ് ക്രിയേറ്റഡ് ദിസ് വേൾഡ് എന്ന്. എല്ലാം നന്നായിട്ട് പോകുമ്പോൾ ആരും ഈശ്വരനെ ഓർമ്മിക്കില്ല, സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കില്ല. ശരിയല്ലേ? കഷ്ടാദേ സൃഷ്ടി ജ്യേഷ്ഠ ബഹുതര ഭേദാവഹ ജീവഭാരാമിത്യേവം എന്നിങ്ങനെ ഏവം പൂർവം ആലോചിതം അജിത മയ. ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു,
പക്ഷേ ഇന്നങ്ങനെയാണോ അങ്ങയുടെ അഭിപ്രായം? നോ, ഇല്ല. ഇപ്പം എനിക്ക് തോന്നിയത് ഭഗവാൻ ഇങ്ങനെ സൃഷ്ടി ജന്മം തന്നില്ലായിരുന്നെങ്കിൽ നോ ജേൽ കഥം വാ ഭഗവാനെ അവിടുത്തെ മധുരതരമിതം ത്വത്വപുശ്ചിത്രസാദ്രം നേത്രൈഹി ശ്രോത്രൈശ്ച പീത്വ പരമരസസുധാംബോധിപൂരേ രമേരൻ. ഭഗവാനെ അവിടുത്തെ ദിവ്യകോമളമായ ഈ കൃഷ്ണവിഗ്രഹം കണ്ടും അവിടുത്തെ കൃഷ്ണലീലകൾ കേട്ടും അവിടുത്തെ തിരുനാമങ്ങൾ ജപിച്ചും അവിടുത്തെ ആശ്രയിച്ചും സേവിച്ചും ഈ ജീവിതം ധന്യമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ലല്ലോ. ഇങ്ങനൊരു അവസരം തന്ന ഭഗവാനോട് ഇപ്പം നന്ദിയെ തോന്നണം. അർത്ഥം അങ്ങനെയായിരുന്നില്ല അല്ലേ? ഇതാണ് ഭഗവാന്റെ അവതാരങ്ങൾ അമോഘ ലീല എന്ന് പറഞ്ഞത്. ഭഗവാന്റെ ഓരോ ലീലകളും അമോഘം വെച്ചാൽ നിഷ്ഫലമാവാത്ത സഫലങ്ങളാണ്. ഇപ്പൊ ഈശ്വര സങ്കല്പം, ഈശ്വരൻ എന്ത് സങ്കല്പിച്ചോ അതൊക്കെ സത്യമായിട്ട് ഭവിക്കുന്നു. ഈശ്വര സങ്കല്പം ആണ് സൃഷ്ടി. ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടി എന്നാണ് വേദത്തിൽ പറയണത്. അവിടുത്തെ സങ്കല്പ മാത്രയിൽ സർവ്വം ഉണ്ടാകുന്നു അർത്ഥം. ആ സങ്കല്പ ശക്തി കൊണ്ട് തന്നെ ഇതിനൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു സംഭരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഭഗവാന് യാതൊരു വികാരവുമില്ല. ഭഗവാൻ എപ്പോഴും ആനന്ദസ്വരൂപനായിട്ട് തന്നെ ഇരിക്കുന്നു. എന്നാലോ ജീവന്റെ കർമ്മങ്ങൾ ജീവനെ ബന്ധിക്കുന്നു, അവന് ദുഃഖത്തിനും കാരണമാക്കിയിരിക്കണം. ഇങ്ങനെ ഒന്നിനോടും ബന്ധപ്പെടാതെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കൊക്കെ പ്രവർത്തനശേഷി കൊടുത്തുകൊണ്ട് ഓരോരുത്തരുടെ ഹൃദയത്തിലും അന്തര്യാമിയായി ഹൃദയേശ്വരനായിരിക്കുന്ന ആ ഈശ്വരൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കി ആ ഭഗവാനെ, നമ്മിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ നമ്മൾ ഭജിക്കണത്, വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഭഗവാനെയല്ല, ഷഡ്ഗുണേശനായി ഹൃത്പതിയായിരിക്കുന്ന ഭഗവാനെ, ആ ഹൃദയേശ്വരനെ നമ്മുടെ ഇഷ്ടദേവതാ രൂപേണ നാം ഭജിക്കണം, പൂജിക്കണം, ആരാധിക്കണം. അവിടത്തേക്ക് പാദങ്ങൾ സമർപ്പിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അവിടുത്തെ തിരുനാമങ്ങൾ ജപിക്കണം, അവിടുത്തെ അത്ഭുത ലീലകളെ നിരന്തരം കേൾക്കണം, പറയണം, സ്മരിക്കണം. ഇതാണ് നമുക്കൊക്കെ ഭക്തിയും ശുദ്ധിയും ഉണ്ടായിട്ട് ഈ അജ്ഞാനത്തിനും തെറ്റിദ്ധാരണകളിൽ നിന്ന് മോചനം നേടി ഈ ഭഗവത് പ്രാപ്തിക്ക് അല്ലെങ്കിൽ സംസാര മുക്തിക്കുള്ള മാർഗം എന്നാണ് ഇതുവരെയുള്ള ഭാഗം കൊണ്ട് പറഞ്ഞത്. ഈ 4 ശ്ലോകം കുറച്ചൊരു സാങ്കേതികമാണ്, പക്ഷെങ്കിലും അതിൻ്റെ ആശയം മനസ്സിലായില്ലേ ഇപ്പോൾ? അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അർത്ഥം. മറ്റവതാരങ്ങളൊക്കെ നമുക്ക് കാണാതെ വേഗം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരാളുടെ ചോദ്യം, എന്തിന് ഭഗവാൻ ഇങ്ങനെ സൃഷ്ടി ചെയ്യണു? അതിപ്പോൾ താനാരാ ചോദിക്കാൻ? സർവജ്ഞനായ ഭഗവാൻ സൃഷ്ടി ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്താന്ന് എനിക്കോ നിങ്ങൾക്കോ, നമ്മൾ എത്ര തന്നെ ബുദ്ധിമാന്മാരായാലും എത്ര തർക്ക യുക്തികളെ കൊണ്ട് ചിന്തിച്ചു നോക്കിയാലും പിടി കിട്ടൂല പറയാം. നജാസ കശ്ചിന്ന് പുണേന ധാതു അവൈരിജന്തു കുമനീഷ ഊദീഹി നാമാനി രൂപാണി മനോവജോഭിഹി സന്തന്വതോ നടചര്യാം ഇവാജ്ഞഹാം. എന്താണ് ഈ ഭഗവാന്റെ സൃഷ്ടി വ്യാപാരം? നടചര്യാം ഇവ, ഒരു നടന്റെ ചര്യ പോലെ എത്രയും അർത്ഥം. എങ്ങനെ ഒരു നടൻ വേഷം കെട്ടി പലതും കളിക്കുന്നു. ആ നടൻ വേഷം കെട്ടിയിട്ട് പല വേഷങ്ങളും കെട്ടി കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇയാളുടെ വേഷം കെട്ടേണ്ട ഉദ്ദേശം എന്താണോ, അല്ലെങ്കിൽ ഈ വേഷക്കാരനാരെന്നോ, അല്ലേ? കെട്ടിയ വേഷത്തെ കണ്ട് ഭ്രമിക്കുന്നേ ഉള്ളൂ നട്ടം. അപ്പോൾ അജ്ഞാനിയായ ഒരാൾ, പ്രാകൃത മനുഷ്യൻ, ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ പല പല വേഷങ്ങളെ എടുത്ത് അഭിനയിക്കുന്നു. പക്ഷെ അയാൾ എന്തിനാണ് ആ വേഷം കെട്ടിയെന്ന് അയാൾക്ക് തന്നെ അറിയുള്ളൂ, വേറൊരാൾക്ക് അറിയാൻ കഴിയില്ല. ഇതുപോലെയാണ് സത്യസങ്കല്പനും സർവജ്ഞനുമായ ഭഗവാൻ നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത അത്ഭുതകരമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. വാസുവിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയാമോ? ഭഗവാൻ തന്നെ ഈ പ്രപഞ്ച ആകാരത്തിൽ പ്രകടമാകുന്നു. അത് വേറിട്ടിട്ടൊരു പ്രപഞ്ചമല്ല, ഭഗവാൻ തന്നെ പ്രപഞ്ചരൂപേണ. നടൻ വേഷം കെട്ടി വരണ പോലെ പുതിയ പുതിയ വേഷമിട്ട് നടൻ രംഗത്ത് വരില്ലേ? ഇതുമാതിരി ഭഗവാൻ ഓരോരോ വേഷമിട്ട് വന്നിരിക്കുന്നതാണ് ഈ സൃഷ്ടിന്ന്. എന്തിന് ഭഗവാൻ അങ്ങനെ വേഷമിട്ട് വരണു അറിയില്ല. സാധാരണ ഒരാൾക്ക് അയാൾ എന്തിനാ ഓരോന്ന് ചെയ്യണ ആൾക്കല്ലേ അറിയുള്ളൂ, ശരിയല്ലേ? ഒരു വലിയ പരിപാടി നടക്കും, അവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. എന്തിനാ ഇപ്പോൾ ഓരോ ആൾക്കാർ പോണത്? ചില ആൾക്കാർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോകും, ചില ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും വേണ്ടി പോകും, ചില ആൾക്കാരവിടെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി പോകും, ചില ആൾക്കാരോ അവിടെ നിന്ന് വല്ല അറിവും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോകും, ചില ആൾക്കാരോ അവിടെ ഇതൊക്കെ കഴിഞ്ഞ് സാപ്പാടോ അന്നദാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ വെച്ചിട്ട് പോകും. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഉദ്ദേശത്തിലാണ് പോവുക അല്ലേ?
ശരിയല്ലേ? പോണവന് മാത്രമേ അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പം അജ്ഞാനികളുടെ സ്ഥിതി പോലും അങ്ങനെയാണെങ്കിൽ സർവജ്ഞനായ ഭഗവാൻ ഒരു സാധാരണക്കാരൻ അനേക വേഷട്ട് അഭിനയിക്കുന്ന പോലെ ഈശ്വരൻ ഓരോരോ വേഷങ്ങൾ ഒരു ദേവന്മാരുടെ വേഷം ദേവന്മാരായിട്ട്, ഋഷിമാരുടെ വേഷമിട്ട് നാരദാ ഋഷികളായിട്ട്, ഇതാണല്ലോ ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരോ ജീവജാലങ്ങളുടെ രൂപത്തിൽ വേഷമിട്ട് ഇവിടെ വന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണു. അതെന്തിനാണെന്ന് എത്ര തന്നെ ബുദ്ധിമാനായാലും ശരി, കശ്ചിത് നിപുണേന, വളരെ നിപുണനാണ്, സമർത്ഥനാണ്, യുക്തി വിചാരം ചെയ്യാൻ കഴിവുള്ള മഹാബുദ്ധിമാനാണ് എങ്കിൽ പോലും ഒരാൾക്കും നമ്മുടെ തർക്കബുദ്ധിയൊക്കെ അതീതനാണ് ഭഗവാൻ. നമ്മുടെ തർക്കബുദ്ധികളെ കൊണ്ട് അറിയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈ ബുദ്ധിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ, യുക്തി വിചാരം ചെയ്യാനുള്ള സാമർഥ്യം തരുന്നവനാണേ ആ ഭഗവാനേ. ആ ഭഗവാന്റെ സങ്കല്പം നമുക്കറിയാൻ കഴിയില്ല. കഴിയും. ആർക്ക്? ആ ഭഗവാനെ ആരാണോ സർവാത്മന യാതൊന്നിലും ആശപ്പെടാത്ത ഭക്തിയോടുകൂടി നിരന്തരം ഭജിക്കുന്നത്, ആ ഭക്തന്മാർക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് അറിയാം, അല്ലാത്തവർക്ക് പറ്റില്ല എന്നത് ഒരു സ്പെഷ്യൽ. മൽഭക്തം വിന എന്ന് അവിടെ മനസ്സിലാക്കണം. ഭഗവത് ഭക്തനല്ലാതെ, ഭഗവത് കൃപാ വിന, ഭഗവാന്റെ കൃപ കൂടാതെ നമുക്കാർക്കും അറിയാൻ സാധിക്കില്ല. ഭഗവാന്റെ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്ന ഭക്തന് ഭഗവാന്റെ കൃപ ഉണ്ടാവുമ്പോഴോ ഇതെല്ലാം ഭഗവാനാണ് എന്നാണ് അറിയുന്നത്. അവിടെ പലതില്ല. സവേദധാതു പദവീം പരസ്യാം ദുരന്തവീര്യരഥാംഗപാണേ യോ മായയാ സന്തതയാനുവൃത്യ ഭജേത സൽപാദ സരോരഗന്ധം. അതാണ്. എങ്ങനെ? സാധാരണ ആർക്കും അറിയാൻ കഴിയില്ല, എങ്കിലും ഭക്തന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അറിയാൻ സാധിക്കും എന്ന് പറയാണ് ഈ ശ്ലോകത്തില്. സ്വവേദ, അവൻ അറിയുന്നു. ആര്? ആ അനുഗ്രഹീതനായ ഭക്തൻ. എന്ത്? പരസ്യ ധാതുഹു പദവീം, ആ പരമേശ്വരനായ ഭഗവാന്റെ ഈ ലീലകളുടെയൊക്കെ രഹസ്യം. ദുരന്തവീരസ്യ, അവസാനമില്ലാത്ത ആ മഹിമയോടുകൂടിയവനും അനന്തമായ ശക്തിയുള്ളവനും സർവജ്ഞനായവനായ രഥാംഗപാണേഹേ, ചക്രപാണി, അതാ ശംഖചക്രാദികൾ ധരിച്ച ആ ഭഗവാന്റെ പദവി മാർഗത്തെ അറിയുന്നു. എങ്ങനെ അറിയുന്നു? യോ അമായയ സന്തതയാ അനുവൃത്യ തൽപാദ സരോജഗന്ധം ഭജേത. ആരാണോ ഭജേത, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിക്കുന്നത്. എങ്ങനെ ഭജിക്കുന്നത്? അമായയ. അമായ വെച്ചാലോ യാതൊന്നും കിട്ടണം എന്നുള്ള ആശ വെക്കാതെ എന്നർത്ഥം. നിഷ്കാമമായിട്ട്. അഹൈതുകീ ഭക്തി എന്ന് പറഞ്ഞില്ലേ ആദ്യം ഭാഗവതത്തിന്റെ രണ്ടാമത്തെ അധ്യായം തുടങ്ങിയപ്പോ? അഹൈതുകീ അപ്രതിഹത, നിഷ്കാമമായ ഭക്തി കൊണ്ട്, യാതൊരു ഫലകാംക്ഷയും കൂടാത്ത ഭക്തിയോടുകൂടി ആരാണോ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിക്കുന്നത്. എങ്ങനെ ഭജിക്കണം? സന്തതയ. അമായയാച്ചാലോ മായ കൂടാതെ, കാപട്യം കൂടാതെ. എന്താണ് കാപട്യം? ഫലം ഇന്നത് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് ഭജിക്കുന്നതാണ് മായ അഥവാ കപട്യം അഥവാ വഞ്ചന. ഇതില്ലാതെ എന്ന് പറഞ്ഞാൽ നിഷ്കാമമായി, ഫലകാംക്ഷ കൂടാതെ. അത് ഒന്ന്. രണ്ടാമതോ സന്തതയാ, നിരന്തരം. സന്തതം ചലോ നിരന്തരം, ഇടവിടാതെ. ആഴ്ചയിൽ ഒരു നേരം, അല്ല 1 മണിക്കൂർ, വ്യാഴാഴ്ച ദിവസം അമ്പലത്തിൽ ഒരു ആരപ്പനെ കാണാൻ പോവാ, അല്ലെങ്കിൽ രാവിലെ 1/2 മണിക്കൂർ, വൈകുന്നേരം 1/2 മണിക്കൂർ പോരാ. സന്തതം, നിരന്തരം. ഓരോ ശ്വാസവും അകത്ത് പോകണതും പുറത്തു പോകണതും ഹൃത്പതിയായ ഹൃദയേശ്വരനായ അവിടുത്തെ സാന്നിധ്യം കൊണ്ടാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഓരോ വ്യവഹാരവും നടത്തണം എന്നർത്ഥം. അതുകൊണ്ട് എപ്പോഴും കൃഷ്ണൻ സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കാനാവില്ല നമുക്ക്. പക്ഷേ ഇവിടെ നടക്കുന്ന ഓരോ ചലനവും ഓരോ വ്യാപാരവും ആ പ്രഭുവിൻ്റെ കൃപയാണ്, അനുഗ്രഹമാണ്, സാന്നിധ്യമാണ് എന്നത് മറക്കാതെ ഓർമ്മിച്ചുകൊണ്ട് ആ പ്രഭുവിൻ്റെ പ്രേരണയാൽ, ആ പ്രഭുവിൻ്റെ അനുഗ്രഹത്താൽ ഞാനിവിടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആ പ്രഭുവിൻ്റെ ആരാധനയാണ് എന്ന് സ്മരിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ആ പ്രഭു സന്തോഷിക്കണമെന്ന് മാത്രം സങ്കല്പിച്ചുകൊണ്ട് ആരാണോ ഭജിക്കുന്നത്. പാദസരോജകം വെച്ചാലോ പാതാരവിന്ദങ്ങളെ. പാദസരോജം പാദപത്മം, അതിൽ ഗന്ധച്ച മണം വെച്ചാൽ ആ ഭഗവത് പാതാരവിന്ദങ്ങളെ ഭജിക്കുന്നു, അല്ലെങ്കിൽ പാദപത്മഗന്ധത്തെ ഭജിക്കുന്നു, ഭഗവത് പാദ ഭജനം ചെയ്യുന്നുവോ അങ്ങനെയുള്ള ആ ഭക്തൻ ആ സർവശക്തനായ
ചക്രപാണിയായ ആ ഭഗവാന്റെ സ്വരൂപത്തെയും അറിയും, ആ ഭഗവാന്റെ സൃഷ്ടിയാദി രഹസ്യത്തെയും അറിയും. അല്ലാത്തവർക്ക് അറിയാൻ കഴിയില്ല. മാത്രമല്ല ഭക്തൻ അതറിയാൻ വേണ്ടി പണിപ്പെടാറുമില്ല. ഭക്തൻ എന്ത് ചെയ്യുന്നു? ആ ഭഗവാന്റെ അവതാര വീരത്വങ്ങളെയും ഗുണഗണങ്ങളെയും മഹിമകളെയും പാടി കീർത്തിച്ച് ഭക്തിയിലൂടെ ആ ഭഗവത് സ്വരൂപം സാക്ഷാത്കരിച്ച് മുക്തനായിത്തീരുന്നു. അതാ. അതുകൊണ്ട് ഇനി ശ്രോതാക്കളെല്ലാവരെയും ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സൂതം പറയാ. അതേഹ ധന്യ ഭഗവന്ത ഇത്തം യത് വാസുദേവേ അഖില ലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്രഹ. അതുകൊണ്ട് ഭഗവത് ഭക്തി മാർഗത്തിൽ പരിശ്രമിക്കുന്ന, ഭഗവാന്റെ ഭക്തി ഉണ്ടാവാൻ വേണ്ടി ഭഗവാന്റെ കഥകളെ പറയുന്ന, പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന അല്ലയോ ഭക്തജനങ്ങളെ, നിങ്ങളൊക്കെ എത്ര ഭാഗ്യശാലികൾ, ധന്യരെന്ന്. ആരോടാ പറയണത്? സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറയാ. അവർ ഇനി ആ ഭഗവാന്റെ കഥകളെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭഗവത് ഭക്തി ഉണ്ടാവാൻ ഉള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഭഗവാനെ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നതും പറയാൻ പറയണതും. കൃഷ്ണലീലകളെ വിസ്തരിച്ച് പറയുന്നതൊക്കെയല്ലേ പറഞ്ഞത്. അങ്ങനെ ഭഗവാനെ കുറിച്ച് ഇനിയും കേൾക്കണമെന്ന് മോഹം. യത് വാസുദേവേ അഖില ലോകനാഥേ, ഈ മുഴുവൻ പ്രപഞ്ചത്തിനും നാഥനായ സാക്ഷാൽ വാസുദേവനായ ഭഗവാന്റെ ആ മഹിമകളെ ഇനിയും കേൾക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും അതിനുവേണ്ടി എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളൊക്കെ ഓ ധന്യ, നിങ്ങളൊക്കെ എത്ര ധന്യരാണ്, ധന്യന്മാരാണ്. കാരണം നിങ്ങൾക്കൊക്കെ ഭഗവത് ഭക്തി ഉണ്ടാവാൻ കാരണമായ ഭഗവത് കഥാശ്രവണത്തിൽ അഭിരുചി ഉണ്ടായാലോ, താല്പര്യം ഉണ്ടായാലോ എന്ന് നോക്കൂ. ഭഗവത് കഥാശ്രവണത്തിൽ അഭിരുചി ഉണ്ടായാൽ തന്നെ ധന്യരായി നമ്മൾ. അപ്പോൾ അത് ശൗനകാദി മഹർഷിമാരോട് സൂതം പറയണമാതിരി ഞാൻ നിങ്ങളോട് പറയാം. ഇങ്ങനൊരു ഭാഗവതം ക്ലാസ് ആരംഭിക്കുന്നപ്പോൾ നിങ്ങളൊക്കെ വന്നുല്ലോ. നിങ്ങൾ വന്നില്ലെങ്കിൽ പറയലുണ്ടാവില്ലല്ലോ. അതേ ധന്യരാണ്. ഭഗവത് കഥ കേൾക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്ന് തോന്നണത് തന്നെ ധന്യതയാണ്. മനസ്സിലായില്ലേ? അത് തന്നെ നമ്മളെ ധന്യതയിലേക്ക് നയിക്കും. ആ ശ്രവണമാണ് ഇതിലുള്ള മുഖ്യമായ പടി. ശ്രവണം സർവധർമ്മേഭ്യോ വരം ധന്യേ തപോധനാൻ സനകാദി മഹർഷിമാർ പറഞ്ഞില്ലേ ഗോകർണ സപ്താഹത്തിൽ വന്നിട്ട്. ശ്രവണമാണ്, ഭഗവാന്റെ മഹിമകളുടെ ശ്രവണമാണ് ഏറ്റവും വലിയ പ്രധാന സാധന. അവിടെ നിങ്ങൾ ധന്യം തന്നെ. എന്നിട്ട് പറയണു, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. ഇനി ആ ഭഗവാന്റെ മഹിമയാണ് ഭാഗവതത്തിൽ പറഞ്ഞേക്കണം മുഴുവൻ. ആ ഭഗവാന്റെ സ്വരൂപവും ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകളും ഒക്കെ അടങ്ങിയതാണ് ഈ ഭാഗവതം. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം, ഇതം ഭാഗവതം, ഈ ശ്രീമദ് ഭാഗവതം നാമപുരാണം. ഈ ശ്ലോകത്തിനെ രണ്ട് തരത്തിൽ പറയാം. സംസ്കൃതത്തിന്റെ മഹിമയാണത്. ഒന്ന്, ഇതം ഭാഗവതം നാമപുരാണം. ഇതം ഈ ഭാഗവതം എന്ന നാമം, പേരുള്ള പുരാണം. ഭാഗവതം എന്ന പേരുള്ള ഈ പുരാണം ബ്രഹ്മസംഹിതം. ബ്രഹ്മം എന്നുള്ളതിനവിടെ വേദം എന്നർത്ഥം, വേദതുല്യമാണത്. അങ്ങനെയുള്ള ഈ ഭാഗവത്തെ ഉത്തമ ശ്ലോകചരിതം, ഉത്തമശ്ലോകനായ പരമപുരുഷനായ ഭഗവാൻ ശ്രീവാസുദേവന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടതും അവിടുത്തെ മഹാത്മ്യത്തെ വർണ്ണിക്കുന്നതും ആയ ഈ ഭാഗവതം, ഉത്തമശ്ലോകന്റെ ചരിത്രമാകുന്ന ഭാഗവതം ഋഷി ഭഗവാൻ ഋഷി ചകാര, സാക്ഷാൽ ഭഗവാൻ വേദവ്യാസ മഹർഷി രചിച്ചു. അങ്ങനെ അർത്ഥം. ഈ ഭാഗവതം എന്ന പേരുള്ള വേദതുല്യമായ ഈ പുരാണത്തെ, ഉത്തമശ്ലോകന്റെ ചരിത്രമാകുന്ന ഭാഗവതത്തെ സർവജ്ഞനായ വേദവ്യാസ മഹർഷി ഉണ്ടാക്കി. മറ്റൊരർത്ഥം എന്താ? ഇതം ഭാഗവതം എന്ന് കേട്ട് കോമിഡ. ഈ ഭാഗവതം എന്താണത്? നാമപുരാണം, നാമത്തിന്റെ മഹിമയെ വർണ്ണിക്കുന്ന പുരാണം. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഹാത്തം നമാമി ഹരിം പരം എന്ന് നാമമഹിമയെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഭാഗവതം അവസാനിക്കുന്നത്. അവിടെ തിരുനാമ മഹിമയെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അത് നമ്മളെ മോക്ഷത്തിൽ മാത്രമല്ല. അപ്പം അവിടുത്തെ ഭഗവത് തിരുനാമമാണ് ഏറ്റവും എളുപ്പമായി അവർക്ക് ജപിക്കാൻ പറ്റുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട സാധനയും. അപ്പം നാമത്തിൻ്റെ മാഹാത്മ്യത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഈ പുരാണം അത് വേറെ തുല്യമാണ്, വേദം തന്നെയാണ്, വേറെ സാരമാണ്. അത് സർവജ്ഞനായ ഭഗവാന്റെ മഹിമയാണ് വർണ്ണിക്കുന്നത്. ആ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ആ ഭാഗവതം ഋഷി സർവജ്ഞനായ വേദവ്യാസ മഹർഷി ഉണ്ടാക്കി. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്തേനം മഹത് തദിതംഗ്രാഹയാമാസാസുതം ആത്മവതാം വരം. ഈ ഭാഗവതത്തിൻ്റെ മഹിമ പറയുക. ഈ ശ്രീമദ് ഭാഗവതം എങ്ങനെയുള്ളതാണ്?
സ്വസ്ത്യയനം, സർവർക്കും സ്വസ്തിയെ, മംഗളത്തെ, ആനന്ദത്തെ കൊടുക്കുന്നതാണ്. ഈ ശ്രീമദ് ഭാഗവതം കയ്യിലെടുത്താൽ മതി, ആശ്രയിച്ചാൽ മതി, നമ്മുടെ ജീവിതം മംഗളമാവും, ധന്യമാവും. ധന്യം ശ്രേഷ്ഠമായിട്ടതും, മഹത്ത് അത്യധികം മഹിമയോടുകൂടിയതും, സ്വസ്തേനം അത്യന്തം മംഗളപ്രദവും ആനന്ദപ്രദവും മോക്ഷപ്രദവുമായ തദിതം ഈ ഭാഗവതത്തിനെ ലോകസ്യ നിശ്രേയസായ. എന്തിനാണ് വേദവ്യാസ മഹർഷി ചെയ്തത്? നമ്മളെയൊക്കെ സംസാര സങ്കടങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ വേണ്ടി, നമ്മളെയൊക്കെ ഈ അജ്ഞാനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, നമ്മളെയൊക്കെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, മോക്ഷത്തിനായി. നിശ്രേയസാണ് മോക്ഷം. നമുക്കൊക്കെ മോക്ഷം കിട്ടാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം എഴുതിയത്. അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്തു? അതിന് ലോകത്തിൽ പ്രചരിപ്പിക്കണ്ടേ? എഴുതി അവിടെ വച്ചാൽ പോരല്ലോ. അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചു. ആരാണ്? ജന്മനാ തന്നെ ഈ സാക്ഷാത്കാരം നേടിയ, ബന്ധം എന്തെന്ന് അറിയാത്ത, അമ്മയുടെ മാതൃഗർഭത്തിൽ വെച്ച് തന്നെ ആ ജീവൻ മുക്തനായ ശുകാചാര്യനെ, സുതം ആത്മവതാം വരം, തൻ്റെ പുത്രനെ പഠിപ്പിച്ചു. തൻ്റെ പുത്രനായതുകൊണ്ടാണോ വേദവ്യാസ മഹർഷി ഇത്രയും ശ്രേഷ്ഠമായ, ലോകത്തിന് മുഴുവനും മോക്ഷത്തെ പ്രദാനം ചെയ്യുന്ന വേദതുല്യമായ ഈ മഹത്വമേറിയ ഭാഗവതം എന്നാൽ നല്ലത് എൻ്റെ മോനിരിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുക, അല്ലേ? അങ്ങനെയാണോ വേദവ്യാസനം ചെയ്തത്? അല്ലല്ല. ആത്മവതാം വരം, ആത്മജ്ഞാനികളിൽ വെച്ച് അത്യന്തം ശ്രേഷ്ഠനായതുകൊണ്ട് സ്വപുത്രനായ ശ്രീശുക ബ്രഹ്മർഷിയെ ഇത് പഠിപ്പിച്ചു. ആത്മവതാം, ആത്മാവിനെ അറിഞ്ഞവരിൽ വരൻ, ശ്രേഷ്ഠൻ, ബ്രഹ്മനിഷ്ഠൻ, ജീവൻ മുക്തനായ അദ്ദേഹത്തിനെ പഠിപ്പിച്ചു. അതോ അദ്ദേഹം സർവവേദേതിഹാസാനം സാരം സാരം സമുദ്ധൃതം സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം. വീണ്ടും ഈ ഭാഗവത്തിന്റെ മഹിമ ഓരോ ശ്ലോകത്തിലും പറയണ്ടേ? ഒന്ന് സ്വസ്തേനം, മഹത്ത്, പിന്നെയോ നിശ്രേയസത്തിന് കാരണമായത്, മോക്ഷത്തിന് കാരണമായത്. ഇനി എങ്ങനെയുള്ള ഈ ഭാഗവതം? സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരത്തെ സമുദ്ധരിച്ച് ഉണ്ടാക്കിയതാണ്. സർവവേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും അതിൻ്റെയൊക്കെ സാരമെടുത്തുണ്ടാക്കിയതാണ് ഭാഗവതം. എസൻസാണ് എല്ലാത്തിൻ്റെയും. വേദങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതിൻ്റെയൊക്കെ സാരമാണ്. ആ സാരെടുത്തുണ്ടാക്കിയതാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം ശുകബ്രഹ്മർഷിയെ വേദവ്യാസ മഹർഷി എഴുതി ലോകത്തിൽ മുഴുവനും അജ്ഞാനത്തിൽ കിടന്ന് തമ്പിത്താറുന്ന ജനങ്ങൾക്ക് മോക്ഷം കൊടുക്കണം എന്നുള്ള വിചാരത്തോടുകൂടി അത് ജീവിതം ധന്യമാക്കാൻ, അത് അങ്ങനെയുള്ള ആത്മജ്ഞാനം നേടി മുക്തനായ ശുകാചാര്യനെ പഠിപ്പിച്ചു. ആ ശുകാചാര്യനാവട്ടെ സതു സംശ്രാവയാമാസ, അങ്ങനെയുള്ള ആ ഭാഗവതം മഹാരാജം പരീക്ഷിതം, ഭാഗവതോത്തമനും ധർമ്മനിഷ്ഠനും കൃഷ്ണന്റെ കണ്ണിലുണ്ണിയുമായ മഹാരാജ പരീക്ഷിതനെ സംശ്രാവയാമാസ, ശ്രവണം ചെയ്യിച്ചു. സമ്യക്കാകുമണ്ണം നത്തം, വളരെ വേണ്ട പോലെ കേൾപ്പിച്ചു നത്തം. വേണ്ട പോലെ കേട്ടപ്പോൾ പരീക്ഷിത്ത് 7-ാം ദിവസം മുക്തനായി. നമുക്ക് ശ്രാവയാമാസ എന്ന് പറഞ്ഞാൽ മതി, കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. സംശ്രാവയാമാസ, സമ്യക്കാകും, വേണ്ട പോലെ കേൾപ്പിച്ചു. എങ്ങനെ കേട്ട അദ്ദേഹം ആ ശ്രവണം കൊണ്ട് മുക്തനാവോ? ആ രീതിയിൽ. എന്താ ഇതിൻ്റെയൊക്കെ സൂചന എന്താ അറിയാമോ? ഇതിൻ്റെയൊക്കെ ഇൻഡയറക്റ്റ് സൂചന എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിശ്രേയസ് വേണമെങ്കിൽ ഭാഗവതം ആശ്രയിച്ചാൽ മതി. കാരണം നമ്മളൊക്കെ നിശ്രേയസിന് വേണ്ടിയ, മോക്ഷത്തിന് വേണ്ടിയ വേദവ്യാസ മഹർഷി ഇത് എഴുതിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വസ്തി, മംഗളം, ആനന്ദം ഉണ്ടാവണമെങ്കിൽ അതിനു വേണ്ടിയാണ് ഭാഗവതം ഇരിക്കുന്നത്. ഈ ഭാഗവതം പഠിച്ചാൽ മതി. ഇനി ഈ ഭാഗവതം സർവ്വവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരമായതുകൊണ്ട് ഭാഗവതം പഠിച്ച വേദങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പഠിച്ച ഫലമായി. അതിനെ സമ്യക്കാകുമെന്ന് നമ്മൾ ഗ്രഹിച്ച് പഠിച്ചാലോ? അതുകൊണ്ട് തന്നെ നമുക്കും പരീക്ഷനെ പോലെ മുക്തി കൈവരും. എപ്പോഴാണ് അത് അദ്ദേഹം ഉപദേശിച്ചത് പരീക്ഷത്തിന്? പറയണു, പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭി തത്ര കീർത്തയതോ വിപ്രർഷേ ഭൂരി തേജസഹാം. ഗംഗായാം പ്രായോപവിഷ്ടം, ഗംഗാതീരത്ത് പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപവിഷ്ടം, പ്രായോപവേശം ദീക്ഷിച്ചു. പ്രായോപവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം വരെ ജലപാനം പോലും കഴിക്കാതെ ആഹാരാദികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈശ്വരചിന്തയോടുകൂടി ഇരുന്ന് ശരീരത്തെ വെടിയുക. ശരീരം വീണ് പോകുന്നത് വരെ, മരിക്കുന്നത് വരെ ജലപാനം പോലും കഴിക്കില്ല. അത് പട്ടിണി കിടന്ന് മരിക്കലാണോ? അല്ലല്ല. പിന്നെയോ സ്വയം സ്വച്ഛയാ, വിൽഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെയോ അവിടെ പ്രധാനം എന്താണ്? ആഹാരം കഴിച്ച് പട്ടിണി കിടന്ന് ഇരിക്കലല്ല. പിന്നെയോ ഭഗവാന്റെ നിരന്തര സ്മരണ ചെയ്തുകൊണ്ട് അങ്ങനെ ശരീരത്തെ തിരിക്കുക. ഇതിനാണ് പ്രായോപവേശം.
അങ്ങനെ പ്രായോപവേശം ചെയ്ത് ഇരുന്ന ആ മഹാരാജാവ് പരീതം പരമർഷിഭി, ഒറ്റയ്ക്കാണോ അദ്ദേഹം അവിടെ ഇരുന്ന് ഭാഗവതം കേട്ടതല്ല, ചുറ്റും പരീതം ചുറ്റും, അദ്ദേഹത്തിന് ചുറ്റും പരമർഷിഭി ധാരാളം മഹർഷീശ്വരന്മാരും എന്ന് പറയും. പരീക്ഷത്തിനെ കാണാൻ വന്ന മഹർഷിമാരൊക്കെ 7 ദിവസം അവിടെ നിന്ന് ഭാഗവതം കേട്ടു. പരീക്ഷത്തിൻ്റെ ഒപ്പേ ധാരാളം മഹർഷിമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ഗംഗാതീരത്ത് പ്രായോപവേഷം ദീക്ഷിച്ചിരിക്കുന്ന ആ പരമധന്യനായ ആ പരീക്ഷത്തിന് ഭൂരിതേജസ ബ്രഹ്മതേജസ് കൊണ്ട് ജ്വലിക്കുന്ന ആ ശുകാചാര്യൻ കീർത്തയത അവിടെ വിപ്ര അല്ലയോ ബ്രാഹ്മണരെ അവിടെ അവർക്ക് ആ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചു. അനേകം മഹർഷിമാരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് ഭഗവാനെ സർവാത്മനാ ശരണമടഞ്ഞ് മരണം വരെ ഭഗവത് സ്മരണയോടുകൂടി ആഹാരാദികൾ ജലപാനം പോലും വേണ്ടാ തീരുമാനിച്ച് കഥ കേൾക്കാനിരിക്കുന്ന ആ ശ്രീ പരീക്ഷിത്ത് മഹാരാജാവിന് ആ ബ്രഹ്മതേജസ് ജ്വലിക്കുന്നതായ ബ്രഹ്മജ്ഞാനികളിൽ അഗ്രഗണ്യനായ ശിശുക ബ്രഹ്മർഷി ശ്രീമദ് ഭാഗവതം ഉപദേശിക്കേണ്ടായി. അപ്പോഴോ അഹം ച അധ്യഗമം തത്ര നിവിഷ്ട തദനുഗ്രഹാത് സ്വഹംവശ്രാവയിഷ്യാമി യഥാതീതം യഥാമതി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ആ ഗുരുജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് അഹം ച തത്ര അധ്യഗമം, ഞാനും അവിടെ ഇരുന്നത് കേൾക്കാൻ ഇടയായി എന്നർത്ഥം. എനിക്കും കേൾക്കാൻ സാധിച്ചു. ഭാഗ്യം കൊണ്ട് ഞാനും ആ സമയത്ത് അവിടെ ഉണ്ടായി. അഹം ച ഞാനും അധ്യഗമം, അധ്യമിച്ച് പഠിച്ചു. ശുകാചാര്യന്ന് പരീക്ഷിത്തും അല്ല, അപ്പോൾ കൂടെ ഇരുന്ന് ഞാനും ആ ശുകാചാര്യന്ന് ഭാഗവതം കേട്ടു പഠിച്ചു. അതിനെ യഥാ അധീതം, ഞാൻ എപ്രകാരമാണോ പഠിച്ചത് മനസ്സിലാക്കിയത് അതിനനുസരിച്ച് വഹ നിങ്ങൾക്ക് ശ്രാവയിഷ്യാമി കേൾപ്പിക്കാം. പക്ഷേ ഞാൻ പഠിച്ചത് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പറ്റില്ല. ഒരാൾ പഠിച്ചത് മുഴുവൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ അറിവിൻ്റെ ഒരു 25% ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. മുഴുവനൊന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയുന്ന മുഴുവൻ ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ യഥാ അതീതം, ഞാൻ പഠിച്ചതിനനുസരിച്ച്, യഥാ മതി, എൻ്റെ കഴിവിനനുസരിച്ച്. ഒരാൾക്ക് അറിയും ഒരുപാട്, പക്ഷെ മറ്റു പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് യഥാശക്തി യഥാഭക്തി ഗുരുനാഥിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കാര്യങ്ങൾ എന്നെക്കൊണ്ടാവും പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്നാണ് വളരെ വിനയത്തോടുകൂടി എളിമയോടുകൂടി സൂതമഹാശയൻ ആ മഹർഷിമാരോട് പറയണമെന്നർത്ഥം. ആ ശുകാചാര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് കേൾക്കാൻ സാധിച്ചത്. കൃഷ്ണേ സ്വധാമോപഗതേ. അപ്പോൾ ഇനി അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം അല്ലേ? ധർമ്മസംരക്ഷണത്തിന് വേണ്ടി അവതരിച്ച ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ധർമ്മം ആരെ ആശ്രയിച്ചു? ധർമ്മക്കം ശരണം ഗത എന്നൊരു ചോദ്യം ഉണ്ടായി. ചോദ്യമൊക്കെ മറന്നു പോരുത്, ദിവസം കുറേയെങ്കിലും. ഒന്നാമത്തെ അദ്ദേഹം മുഴുവൻ ചോദ്യങ്ങളായിരുന്നു, 5-6 ചോദ്യങ്ങളാ. സർവശാസ്ത്ര സാരമെന്ത്? എന്തുകൊണ്ടാണ് ആത്മസംതൃപ്തി ഉണ്ടാവുക അല്ലേ? ഭഗവാൻ എന്തിനാണ് അവതാരമെടുത്തത്? രാമനോ സഹിതനായി അവിടുന്ന് ചെയ്ത അവതാര ലീലകൾ എന്തെല്ലാം അല്ലേ? അത് മനഃശുദ്ധികരമാണ്. പിന്നീട് ധർമ്മം ഇന്ന് ഭഗവാൻ പോയപ്പോൾ ആരെ ശരണമടഞ്ഞിരിക്കുന്നു? കൃഷ്ണേ സ്വധാമ ഉപഗതേ. കൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയപ്പോൾ എന്തു പറ്റി? ധർമ്മജ്ഞാനാദി ഗുണങ്ങളും, ധർമ്മം ജ്ഞാനം മുതലായ ഗുണങ്ങളും ഭഗവാനോടുകൂടി പോയി. ഭഗവാനിലെ എല്ലാ ഗുണങ്ങളും പൂർണ്ണമായിട്ടായി. അപ്പോൾ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയതോടുകൂടിയോ എല്ലാ കല്യാണ ഗുണങ്ങളും ഈ ലോകത്തുനിന്നും മറഞ്ഞു, ഭഗവാനോടുകൂടെ പോയി. അപ്പം എന്തായി? കലൗ നഷ്ടദൃശാമേഷ. കലികാലത്ത് ജനങ്ങൾ ദൃഷ്ടി നഷ്ടപ്പെട്ടാൽ എന്താവും? അന്ധരാവൂലേ? അജ്ഞാന അന്ധകാരത്തിൽ തപ്പിത്തറയാൻ ഇടയായി. കണ്ണുണ്ടായിട്ട് കാര്യമില്ല, അറിയേണ്ടതും കാണേണ്ടതും അറിയാൻ കഴിയാതെ, ധർമ്മം എന്തെന്ന് അറിയാൻ കഴിയാതെ, അങ്ങനെ നഷ്ടദൃശാം, കണ്ണു കാണാതിരിക്കുന്ന ആ സമയത്ത് അവർക്ക് കണ്ണിന് കാഴ്ച കൊടുക്കാൻ വേണ്ടി അധുനാ ഉദിതഃ പുരാണ അർക്കഃ, ഇപ്പൊ ഉദിച്ച പുരാണ സൂര്യനാണ് ഈ ശ്രീമദ് ഭാഗവതം. എന്താ ഇതിൻ്റെ അർത്ഥം? ശ്രീകൃഷ്ണൻ സദാമത്തേക്ക് പോയതോടുകൂടി ലോകത്തുനിന്ന് മനുഷ്യരിൽ നിന്ന് എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു, ഗുണങ്ങളൊക്കെ പോയി. അതിൻ്റെ ഫലമായിട്ടോ ഭഗവാൻ പോയപ്പോൾ കലികാലം ആരംഭിച്ചു. കലികാലത്തിൽ അജ്ഞാനത്തിൽപ്പെട്ട് ധർമ്മം എന്താണെന്ന് അറിയാൻ കഴിയാതെ അധർമ്മത്തെ ധർമ്മം തെറ്റിദ്ധരിച്ച് പലതും ചെയ്ത് ദുഃഖിക്കാനിട വരുന്നു. അപ്പോൾ അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ഒരു സൂര്യനെ മാതിരിയാണ് ശ്രീമദ് ഭാഗവതം ഉണ്ടായത് എന്നർത്ഥം. ഭാഗവതം ഒരു സൂര്യനെ മാതിരി പ്രവർത്തിക്കുന്നു. എന്താ സൂര്യൻ ചെയ്യുന്നത്?
ഇരുട്ട് എല്ലാ വസ്തുക്കളെയും മറച്ചു വെക്കുമ്പോൾ സൂര്യൻ വന്ന ആ വസ്തുക്കളെ മറച്ചു വെച്ച ഇരുട്ടിനെ നീക്കി വസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നു അല്ലേ? ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ആനന്ദസ്വരൂപൻ ആത്മാവായി ദ്രഷ്ടാവായി നമ്മുടെയൊക്കെ വാസ്തവ സ്വരൂപമായിട്ട് ഇരുന്നിട്ടും എന്തായി? ഈ അജ്ഞാനത്തിൻ്റെ അന്ധകാരം കൊണ്ട് കാമക്രോധ ലോപമോഹ മതമാത്സര്യാദികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ സംസാരത്തിൽ ദുഃഖിച്ച് അലയാനിടയാവല്ലേ? ആ ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ കാണിച്ചു തരണ്ടേ? വേണം. അതിനുള്ള വഴി ധർമ്മമാണ്. നമ്മുടെ ഉള്ള കാമക്രോധാദികളാവുന്ന ഇരുട്ടിനെ നീക്കണം. അതിന് ഭാഗവത പുരാണം ഉണ്ടായി ശുകാചാര്യ വ്യാസനിൽ നിന്ന്. ആ ഭാഗവത പുരാണം എങ്ങനെയാണ്? ഉദിച്ചു പൊങ്ങുന്ന സൂര്യന് സമാനമാണ്. ഉദിച്ചു പൊങ്ങുന്ന സൂര്യൻ ഇരുട്ടിനെ നീക്കി വസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന പോലെ നമ്മുടെ ഉള്ളിലെ കാമക്രോധാദികളാവുന്ന ഇരുട്ടിനെ നീക്കി ധർമ്മമാർഗം കാണിച്ചു തന്ന് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്ന ഹൃദയേശ്വരനായ ആനന്ദസ്വരൂപനായ ഭഗവാനെ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നു. അതാണ് ഭാഗവതം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭാഗവത്തെ പുരാണ സൂര്യനായിട്ട് ഉപമിച്ചെന്നർത്ഥം. കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിവിസ്സഹ കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോദിത. ഇപ്പതാ പുരാണ സൂര്യൻ ഉദയം ചെയ്തിരിക്കുകയാണ്. അതാണ് ശ്രീമദ് ഭാഗവതം. ഇങ്ങനെ ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം ഒന്നുകൂടി നമ്മളോട് പറഞ്ഞു. സർവ്വവേദ ഇതിഹാസങ്ങളുടെ വേദങ്ങളുടെ ഇതിഹാസങ്ങളുടെയൊക്കെ സാരമാണ്. നിശ്രേയസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ബ്രഹ്മജ്ഞാനികളിൽ അങ്ങേറ്റം അഗ്രഗണ്യനായ ശുകാചാര്യനാണ് പഠിപ്പിച്ചത്. അത് നമുക്കൊക്കെ നന്മയ്ക്ക് വേണ്ടി വ്യാസമഹർഷി എഴുതാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഇരുട്ട് പോകും. ഹൃദയേശ്വരനെ നമുക്ക് അനുഭവിക്കാറാവും. ജന്മം സഫലമാകും. ആത്മസംതൃപ്തി എന്തുകൊണ്ടാവും ചോദിച്ചില്ലേ? ഇതുകൊണ്ടുണ്ടാവുക. ഈ ഭാഗവത്തെ ആശ്രയിച്ചാൽ നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാവും. സർവ്വശാസ്ത്രങ്ങളുടെയും സാരമെന്ത്? അതാണ് ഈ ശ്രീമദ് ഭാഗവതം. സർവ്വവേദേതിഹാസാനം സാരം സാരം സമുദ്രം എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വശാസ്ത്ര സാരം ഭാഗവതം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ലേ? ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ശേഷം ഇനി അതിനൊക്കെ ഉത്തരം കിട്ടിയോന്ന് അറിയണം, നോക്കണം. ചോദ്യം വ്യക്തമാവണം ആദ്യം, പിന്നെ ഉത്തരം കേട്ടിട്ട് വീണ്ടും ചോദ്യത്തിലേക്ക് നോക്കണം. ഈ ഓരോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂത മഹാശയൻ വ്യാസ ഉവാചാം ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധകുലപതി സൂതം ബഹ്രുജ ശൗനഗോബ്രവീത്. ഇത്രയും പറഞ്ഞ് സൂതൻ നിർത്തിയ സമയത്ത് സൂത മഹാശയനോട്, ആ ഗുരുനാഥനോട്, ശൗനക അബ്രവീത്, ശൗനക മഹർഷി ചോദിച്ചു, പറഞ്ഞു. ഇവിടെ വലിയൊരു പാഠം നമ്മളെ പഠിപ്പിക്കുക. എല്ലാവരും ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ഒരു സദസ്സില് എല്ലാവരും കയറി ചോദിക്കാൻ പാടില്ല. ആരാണ് ചോദിക്കേണ്ടത്? വൃദ്ധ കുലപതി ബഹ്രുജ ശൗനക അബ്രവീത് എന്നാണ്. ഇതിപ്രുവാണ് ഇപ്രകാരം പറയുന്ന സൂതന മുനീനാം ദീർഘസത്രിനാം, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഭഗവത് പ്രാപ്തി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ യാഗതത്രത്തിൽ ഇരിക്കുന്ന മുനീനാം, മുനിമാരോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സൂതൻ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഭാഗവതം പ്രതികേൽപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ, അവരെ പ്രശംസിച്ചുകൊണ്ട് ആ മുനിമാരുടെ മധ്യത്തിൽ വെച്ച് വൃദ്ധനും കുലപതിയും ബഹ്രുജനും ഋഗ്വേദിയുമായ ശൗനകൻ ചോദിച്ചു എന്നാണ്. ആരാ ചോദിക്കേണ്ടത്? പ്രായമായവർ ചോദിക്കണം. പ്രായമായവരാ പറയേണ്ടത്. വൃദ്ധ അബ്രവീത്, വൃദ്ധന്മാർ പറയണം. ഇനി വൃദ്ധന്മാർ തന്നെ ഒരുപാടുണ്ടെങ്കിലോ? അപ്പൊ അവരാരാ ചോദിക്കേണ്ടത്? കുലപതി, കുലപതി ചോദിക്കണം. കുലപതി ആരാ? കുലത്തിന്റെ പതി എന്നാണ്. കുലം ഒരു കൂട്ടം, ഒരുപാട് ശിഷ്യന്മാരുടെ ആചാര്യനെയാണ് കുലപതി എന്ന് പറയുന്നത്. കുലപതി ഒരു ടൈറ്റിലാണ്. 1000 ശിഷ്യന്മാർ ഒരാൾക്കുണ്ടെങ്കിൽ ആ ആളെ കുലപതി എന്ന് പറയാം. എല്ലാവരും അല്ല, 1000 ശിഷ്യന്മാരുള്ള ആചാര്യനെയാണ് കുലപതി എന്ന് പറയുന്നത്. അവിടുത്തെ ശൗനക മഹർഷി വൃദ്ധനാണ്, വയോവൃദ്ധനുമാണ്, ജ്ഞാനവൃദ്ധനുമാണ്. അതേസമയത്ത് 1000 ശിഷ്യന്മാരുടെ ഗുരുനാഥനായ ആചാര്യനായ കുലപതിയുമാണ്. പോരാ, ബഹ്രുജ, ബഹ്രുജൻ ചാലോ ഋഗ്വേദിയ. 4 വേദങ്ങൾ പഠിച്ച് ഋഗ്വേദിക്കാണ് അത്ര പ്രാധാന്യം. ഋഗ്വേദം നന്നായി അറിയുന്നവൻ. വൃദ്ധൻ ചോദിക്കണം. വൃദ്ധന്മാർ ധാരാളുണ്ടെങ്കിൽ അതിൽ കുലപതിയായ വൃദ്ധൻ ചോദിക്കണം. ഇനി കുലപതികാരും ധാരാളുണ്ടെങ്കിലോ ഋഗ്വേദി ചോദിക്കണം എന്നാണ് പറയണമെന്നാണ്. നമുക്ക് അതിൻ്റെ ആ വാക്കുകളുടെയൊക്കെ സാരസ്യം നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോകുള്ളൂ അല്ലേ? അതെ, പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കും. ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞു. ശൗനക ഉവാചാം സൂതസൂത മഹാഭാഗ വദനോ വദതാം വര കഥാം ഭാഗവതീം പുണ്യാം യഥാഹ ഭഗവാൻ ശുകഃ. ഹേ സൂത,
സൂത സൂത ബഹുമാനത്തോട് പറയാ, മഹാഭാഗ മഹാഭാഗ്യശാലി. ഓ, ശുകാചാര്യരുടെ മുഖത്ത് നേരിട്ട് ഭാഗവതം കേട്ടാളങ്ങ് ഭാഗ്യവാൻ തന്നെ അല്ലേ? എന്ത്, ശുഖബ്രഹ്മർഷിയുടെ ശിഷ്യനാണല്ലേ അങ്ങ്? അത്ര ഭാഗ്യശാലിയല്ലേ നമ്മൾ പറയില്ലേ? ചിന്മയാനന്ദ സ്വാമി നേരിട്ട് കണ്ടുണ്ടോ? ഞങ്ങളോടൊക്കെ ആൾക്കാർ വിചാരിക്കാറുണ്ട് അല്ലേ? നമ്മൾ ചോദിക്കില്ലേ, രാമകൃഷ്ണദേവനെ നേരിട്ട് കണ്ട ആളാ? രാമകൃഷ്ണദേവന്റെ ഡയറക്റ്റ് ഡിസൈപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബഹുമാനം കൂടണില്ലേ? അതുപോലെയാണ് ഇന്നിപ്പോൾ ഗുരുദേവനെ കാണാത്തവർ, ഓ ചിന്മയാനന്ദ സ്വാമിയുടെ സ്വാമിയാണ് എനിക്ക് സ്വാമിക്ക് സന്യാസം തന്നത് ആൾക്കാർ ചോദിക്കുകയാണ്. കാരണം സ്വാമിയുടെ മഹിമ അറിയുന്നവര്. അപ്പോൾ മഹാഭാഗ്യശാലിയാണ്. എന്തുകൊണ്ട്? ഭാഗവതം പഠിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങ് ഭാഗ്യശാലി. അതും ശുഖബ്രഹ്മർഷി എന്ന് പഠിക്കാൻ കഴിഞ്ഞൂലോ. അതുകൊണ്ട് പോരാ, വദതാം വര, വദതാം പറയുക, വചിക്കുക, വാക്യമുകളിൽ ശ്രേഷ്ഠൻ, നല്ല സ്പീക്കറുമാണ്. നോക്കണം, ഇതൊക്കെ വളരെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഒത്തുകിട്ടില്ല. ഇങ്ങനെയുള്ളൊരു ഗുരുനാഥൻ എന്നൊക്കെ പഠിക്കാൻ പറ്റുക, അതിനെ വേണ്ട പോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക, നല്ല വാഗ്മികളിൽ വെച്ച് ശ്രേഷ്ഠനുമായിട്ടുള്ളവനെ. കഥാം ഭാഗവതിയും പുണ്യ യഥാഹ ഭഗവാൻ ഭഗവാൻ ശുകദേവൻ, സർവജ്ഞനായ ശുകമഹർഷി ആണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞനായോന്ന് പറഞ്ഞതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും. പുണ്യം, ഈ ഭാഗവതം എന്താണ്? നമ്മുടെ പുണ്യത്തെ വർദ്ധിപ്പിക്കും, പാപത്തെ ക്ഷയിപ്പിക്കും. ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. തന്നെ പാപം ക്ഷയിക്കും, പുണ്യം വർദ്ധിക്കും. അതാണ് പുണ്യം എന്ന് പറഞ്ഞാൽ പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും. ഭഗവാനായ ശുഖബ്രഹ്മർഷി പറഞ്ഞതും. ഭാഗവതിയും, ഭാഗവതിച്ചാലോ ഭഗവാന്റെ മഹിമയെ വിസ്തരിക്കുന്നതും. ഭഗവാനെ സംബന്ധിച്ചാണ് ഭാഗവതി എന്നർത്ഥം. ഭഗവാന്റെ മഹിമയെ, ഭഗവാന്റെ ലീലകളെ, ഭഗവാന്റെ കഥയെ വിസ്തരിക്കുന്നതുമായ ഈ ഭാഗവതത്തെ ഞങ്ങളോട് പറയണമേ, ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണമേ എന്ന് പറയാം. ഇനി ഭാഗവതത്തെ സംബന്ധിച്ച് കേട്ട ഇടം കൊണ്ട് അവർക്ക് കുറച്ച് സംശയങ്ങളുണ്ടായി. നേരത്തെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് ഒന്നാം അധ്യായത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ 2ഉം 3ഉം അധ്യായങ്ങളെ കൊണ്ട് ഉത്തരം പറഞ്ഞു, അവതാരങ്ങളെക്കുറിച്ച് അടക്കം. ഇപ്പോൾ വേറെ ചോദ്യങ്ങളാണ് 3 ചോദ്യം ചോദിക്കുന്നത്. എന്താ ചോദ്യം? കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേവാ കേന ഹേതുന കുത സഞ്ചോദിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി. കസ്മിൻ യുഗേ പ്രവൃത്ത അയം, ഏത് യുഗത്തിലാണ് ഈ ശ്രീമദ് ഭാഗവതം ഉണ്ടായത്? വേദവ്യാസ മഹർഷി ഭാഗവതം രചിച്ച ഏത് യുഗത്തിലാണ്? കേന സ്ഥാനേ, ഏത് സ്ഥലത്ത് വെച്ചിട്ടാ ഈ ഭാഗവതം എഴുതിയത്? കേന ഹേതുന, എന്ത് കാരണം കൊണ്ടാണ് അദ്ദേഹം ഭാഗവതം എഴുതിയത്, ഉണ്ടാക്കിയത്? ഭാഗവതം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം സംഹിത ഏത് യുഗത്തിൽ ഉണ്ടായി? വ്യാസ മഹർഷി ഉണ്ടാക്കി, ഏത് സ്ഥലത്ത് വെച്ചുണ്ടാക്കി, എന്ത് കാരണം കൊണ്ടുണ്ടാക്കി? എന്തിനാണ് ഭാഗവതം എഴുതിയത് അദ്ദേഹം? എവിടെ വെച്ചാണ് എഴുതിയത്? എപ്പോഴാണ് എഴുതിയത് എന്നൊക്കെ ചോദിക്കും, സ്വാഭാവികമായിട്ട് ചോദിക്കൂ അല്ലേ? അപ്പോൾ അത് ഭാഗവതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ചോദ്യം. അടുത്തത് ശുഖമഹർഷിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. തസ്യപുത്രോ മഹായോഗി സമദൃക്ക് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രഹ ഗൂഢോ മൂഢ ഇവ ഈയതേ. ശീശുഖബ്രഹ്മർഷി 7 ദിവസം ഒരിടത്തിരുന്ന് ശ്രീപരീക്ഷത്തിന് ഭാഗവതം കൽപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ അത്യാശ്ചര്യം തോന്നുന്നു, അത്ഭുതം തോന്നുന്നു. എന്താ കാരണം? ശുഖബ്രഹ്മർഷി ഒന്നാമത് ഗൂഢോ മൂഢ ഇവ ഈയതേ, അവധൂതനായിട്ട് ഇങ്ങനെ പലയിടത്തും സഞ്ചരിക്കും അദ്ദേഹം. ആരും അറിയപ്പെടാതെ സഞ്ചരിക്കുന്ന ഒരു അവധൂതനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അവരെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ ശുഖബ്രഹ്മർഷിയെ ഈ ജനങ്ങൾക്കും പൗരന്മാർക്കും അല്ലെങ്കിൽ പരീക്ഷത്തിനും കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിച്ചത്? മഹായോഗി, അദ്ദേഹം മഹായോഗീശ്വരനാണ്. സമദൃക്ക്, എല്ലാവരും സമഭാവനയോടുകൂടി സഞ്ചരിക്കുന്നവനാണ്, ഭേദഭാവനയില്ലാത്തവനാണ്. ഏകാന്തമതി, ആ ഏകമായ പരമാത്മാവായ ഭഗവാൻ തന്നെ മനസ്സുറച്ചിരിക്കുന്നവനാണ്. ഉന്നിദ്രഹ, നിദ്രയിൽ നിന്ന് ഉണർന്നവനാ. ഏതാ നിദ്ര? അജ്ഞാന നിദ്രയിൽ നിന്ന്. നമ്മളൊക്കെ നിദ്രയിലാ. എന്താ? ഈ ദേഹമാണ്, മനസ്സാണ്, ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെ ഞാനെന്ന് അഭിമാനിച്ച് ഇതിൻ്റെ ധർമ്മങ്ങളൊക്കെ എന്നിൽ ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുക, എന്നിട്ട് സ്വപ്നം കാണുക. മനസ്സിലായോ? എന്നാലോ ഉന്നിദ്രഹ, ഈ അജ്ഞാന നിദ്രയിൽ ഉണർന്നവനാ. ദേഹമന ബുദ്ധിയാദികളുടെ താതാത്മ്യത്തെ വിട്ട് ആത്മാനുഭവം കൊണ്ട് സമ്പന്നനായവനാണ് ആര്? ശുകാചാര്യൻ.
അങ്ങനെയുള്ള അദ്ദേഹം അതിനൊന്നിൻ്റെ ആവശ്യമില്ല. അന്യരാൽ അറിയപ്പെടാത്തവൻ, അതാണ് ഗൂഢ, രഹസ്യമായി സഞ്ചരിക്കുന്നതെന്ന് പറയാൻ കാരണം. മൂഢ ഇവ ഈയതേ, മൂഢനെ പോലെ വ്യാപരിക്കുന്ന ആളാണ്. ഈ ബ്രഹ്മജ്ഞാനികളൊക്കെ അങ്ങനെ പലപ്പോഴും അവധൂതന്മാർ നമുക്ക് പിടികിട്ടില്ല. അർത്ഥം നമ്മൾ ഭ്രാന്തന്മാരാന്നൊക്കെ വിചാരിക്കും. ഉദാഹരണത്തിന് ശുഖബ്രഹ്മർഷി തന്നെ നഗ്നനായിട്ടാണ് സഞ്ചരിക്കുക. 16 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ആ 16 വയസ്സുള്ള ശരീരം, തലമുടിയൊക്കെ ഇങ്ങനെ നീളത്തിൽ തലമുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു വസ്ത്രം ഒരു തുണിയില്ലാണ്ട് നടക്കുമ്പോൾ ഭ്രാന്തെന്നല്ലേ ആൾക്കാർ പറയാം. കുറെ പെണ്ണുങ്ങളും കുറെ പിള്ളേരൊക്കെ ഇദ്ദേഹത്തെ കൂടെ ഇപ്പോൾ പോകുമ്പോൾ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ ആളെ കാണുമ്പോൾ എന്താ തോന്നുക? അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാന്ന് തോന്നുമോ? പക്ഷെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ബ്രഹ്മ തേജസ് കളിയാടുണ്ട്. എപ്പോഴും ഭാഗവതം ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നർത്ഥം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നാ പറയണേ. ഇനിയും ആ ശുഖബ്രഹ്മർഷിയുടെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് അടുത്ത ശ്ലോകം. ഗുരുനാഥന്റെ മഹിമ. ദൃഷ്ട്വാദുയാന്തമൃഷിമാത്മജമപ്യാഗ്നം ദേവ്യാഹ്രിയാ പരിദധുർന സുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനൗ ജഗതുസ്തവാസ്തി സ്ത്രീ പുംഭിധാനതു സുതസ്യ വിവിക്തദൃഷ്ടേ. ഏകനായ ആ പരമാത്മാവിൽ മനസ്സുറച്ച് സർവവും ഭഗവന്മയമെന്ന് സാക്ഷാത്കരിച്ചിട്ടുള്ള മഹാത്മാവാണ് ഈ ശുകാചാര്യൻ. അജ്ഞാനതിരെ ഒന്നവനാണ്. അദ്ദേഹത്തിന് സ്ത്രീ പുംഭിധാന, സ്ത്രീ പുരുഷ ഭേദമില്ല അത്രയർത്ഥം. ഈ ജഗത്തിനെ ഈശ്വരന് ഭിന്നമായിട്ട് കാണാത്ത ആളാണ്. അതിനൊരു ഉദാഹരണമാണ് ഈ ശ്ലോകം. എന്താ? ശുഖമഹർഷി ജനിച്ച 12 വയസ്സ് വരെ അമ്മയുടെ ഉള്ളിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. പുറത്തേക്ക് വരുന്നില്ല. അപ്പം അമ്മയ്ക്ക് ബുദ്ധിമുട്ടായപ്പോൾ വ്യാസമഹർഷിയോട് പറഞ്ഞു. അപ്പോൾ വ്യാസം പറഞ്ഞു, നീ എന്താ പുറത്ത് വരാത്തത്? സാധാരണ 10 മാസമല്ലേ ഉള്ളിലിരിക്കുക. ഇത് 10 വയസ്സും കഴിഞ്ഞല്ലോ, വർഷം കഴിഞ്ഞല്ലോ. അപ്പോൾ പുറത്ത് വന്നാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഭഗവാനെ തന്നെ ഓർത്തുകൊണ്ട് അന്യചിന്തയില്ലാതിരിക്കുക. പുറത്ത് വന്നാൽ ഈ ഭഗവാന്റെ മായ എന്നെ പിടിക്കില്ലേ, പിന്നെ ഭഗവാനെ ഓർമ്മിക്കില്ലല്ലോ. ഭഗവാനെ ഭജിക്കാൻ വേണ്ടി നമ്മൾ വന്നതെന്നും കൂടി നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ നേരമില്ലേ. അങ്ങനെയാണ് നമ്മുടെ സ്ഥിതി. പുറത്ത് വന്നാൽ ഇതൊക്കെ മറക്കും. അപ്പോൾ അച്ഛൻ അനുഗ്രഹം കൊടുത്തു, നിന്നെ മായ പിടിക്കില്ല, പോരെ നീ പുറത്തേക്ക് വന്നോ. മായ പിടിക്കില്ല എന്ന് വരം കിട്ടിയപ്പോഴോ ധൈര്യമായിട്ട് പുറത്തേക്ക് വന്നു. മായ പിടിച്ചില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ലക്ഷണം കാണിച്ചു കൊടുത്തു. പുറത്തു വന്നപ്പോഴോ അച്ഛനെന്നോ മോനെന്നുള്ള വിചാരം പോലും. അദ്ദേഹം നേരെ ഒറ്റ പോക്ക് കാട്ടിലേക്ക്. നോക്കൂ, അച്ഛന് സങ്കടമായി, പുത്ര മോനെന്ന് വിളിച്ച് പിന്നാലെ. അപ്പോൾ സംഭവം അപ്സരസ്ത്രീകളൊക്കെ വസ്ത്രങ്ങളൊക്കെ കരക്കഴിച്ചു വെച്ച് നഗ്നരായി വെള്ളത്തിൽ ജലക്രീഡ കളിച്ചുകൊണ്ടിരിക്കണം. 16 വയസ്സുള്ള ചെറുപ്പക്കാരനായ ആ ശുകാചാര്യൻ നഗ്നനായി അവരുടെ മുമ്പിലൂടെ പോയപ്പോൾ അവർക്ക് നാണേ തോന്നിയില്ല അത്രേ. എന്നാൽ വയസ്സനും തലമുടിയൊക്കെ നരച്ചവനും ശരീരത്തൊക്കെ വസ്ത്രം ധരിച്ചവനുമായ വ്യാസൻ പുത്രാന്ന് വെച്ച് പിന്നാലെ പോണേണ്ട സമയത്ത് നാണം തോന്നിയിട്ട് ഈ അപ്സരസികൾ ഓടി വന്ന് വസ്ത്രം എടുത്ത് കൊടുത്തു. അപ്പോൾ വ്യാസൻ ചോദിച്ചു, ഇതെന്താ 16 വയസ്സുകാരൻ ഉടുതുണി ഇല്ലാണ്ട് പോയപ്പോൾ തോന്നാത്ത നാണം ഈ കിഴവനായ അതും വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള എന്നെ കണ്ടപ്പോൾ എന്തേ നിങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്ത്രീ പുംഭിത, സ്ത്രീ പുരുഷൻ എന്ന ഭേദഭാവന തവ സുതസ്യ ന, അങ്ങയുടെ മകനില്ല, അങ്ങയ്ക്കുണ്ടെന്ന്. ഇതാണ് ശുകാചാര്യൻ്റെ നില എന്ന് പറയുന്നത്. കൂടുതൽ നമുക്ക് നാളെ കാണാം. എന്ത് രസമല്ലേ ഈ ഭാഗവതം അങ്ങനെ പഠിക്കണത്, ചിന്തിക്കണത്, വായിക്കണത്, കേൾക്കുന്നത്. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.